വലിയ വെള്ളിയാഴ്ചയുടെ ഉച്ച നമസ്കാരം, 6 മണി നമസ്കാരം ഇപ്പോഴാരംഭിക്കാം. ദാസൻ വിധി സമയത്താക്ഷേ വീച്ചോനേ മശിഹ വിധി ദിവസിക്കനിവാ കൃപ ചെയ്യുക ദാസൻ വിധി സമയത്താക്ഷി ബീജോനേ മശിഹ വിധി ദിവസിക്കനിവാ കൃപ ചെയ്യുക ദാസൻ വിധി സമയത്താക്ഷി ബീജോനേ മശിഹ വിധി ദിവസിക്കനിവാ കൃപ ചെയ്യുക. നാദാദേ സ്തുതിയും മാനം മഹിമ വന്ദനകൾ ശുദ്ധ മാവീനും ഉണ്ടാ ഉൾകൃപ പാപികളാ ഞങ്ങളിലും നീരുൾ ഊർശിലേ വാതിൽ കൊള്ളിൽ സിംഹാസനമണയണമേ പ്രാർത്ഥനമശിഹാ സ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ നിത്യം ശരണവുമേ സ്തോത്രം ബാരക്കുമോ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനെ രക്ഷിക്കണമേ. രാജ്യശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുവമ്പത്തിന്മോൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധിയിൽ നീ ജയിക്കുകയും ചെയ്യും. എന്നാൽ അന്യായത്തെ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങൾ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള എൻ്റെ സന്തോഷിക്കും. എൻ്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എൻ്റെ അതിക്രമങ്ങളൊക്കെയും വായിച്ചു കളയണമേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴികൾ പഠിപ്പിക്കും, ഭാവികൾ നിങ്ങളേക്ക് തിരികുകയും ചെയ്യും. എന്നാൽ ബലികളിൽ നീ തിരുമനസ്സായില്ല, ഹോമബലിയിൽ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലി താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറുങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല.
ദൈവമേ സ്വർഗ്ഗീയമാകുന്നു പാലിക്കുമോ ശുഭഹോലാംബോലെ ബറൂവൽ റൂഹോ കാദീശോ മൂലം വാദാവിനമൂലം വൽമീനാമേ സ്ലീബായും പീഡകളും പേറി മുള്ളിൻ മുടികയേറ്റോനേ ദേവ ദയ ചെയ്തിടണമേ പാദത്തെ സുതസഹിതം കാപ്പാ സോഹിത തരുവതിലാരൂഢ ദേവ ദയ ചെയ്തിടണമേ പരിഹാസം ചെയ്യുവാൻ തന്തലയിൽ മുള്ളിൻ മുടിയവരണിച്ചു ദേവ ദയ ചെയ്തിടണമേ ദീപമേൽ തന്നെ കണ്ടപ്പോ പാകലോ ഇരുളാൽ പ്രഭ നീക്കി ദേവ ദയ ചെയ്തിടണമേ സ്ലീബായാൽ മർത്യരെ രക്ഷിപ്പാൻ താണോ ഉന്നതനേ സ്തോത്രം ദേവാ ദയ ചെയ്തി ഇടണമേ സൗമൻകാലോ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹീതനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാപവും പൂഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതയും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണവേ. ഞങ്ങൾക്ക് വേണ്ടിയുള്ള തൻ്റെ മരണം മൂലം സ്വമനസ്സാൽ കുരിശുമരണം വഹിച്ചവനായി സ്വന്തം ശക്തിയാൽ സൃഷ്ടികളെ വഹിച്ചിരിക്കുന്നവനും ബലവാനും തൻ്റെ പുണ്യരക്തം ചീന്തി മനുഷ്യരോട് കടച്ചിട്ട് ചീന്തിക്കളഞ്ഞ അദൃശ്യനും ഉന്നതനും സൃഷ്ടിക്കപ്പെടുകയും തൃക്കൈ നീട്ടലാൽ ഭൂലോകത്തിൻ്റെ എല്ലാ അതിരുകളെ പിടിക്കുകയും ചെയ്ത നിർമ്മലനും മഹിമയിൽ ഉദയത്തിൽ നിന്ന് മാറാതെ ഞങ്ങളെ രക്ഷിക്കുവാനായിട്ട് ഞങ്ങളുടെ മൗത്വത്തിൻ്റെ പശ്ചിമ ഭാഗത്തേക്ക് വാഹനമേറിയ പ്രകാശത്തിൻ്റെയും ഉദയത്തിൻ്റെയും നാഥനുമായ കർത്താവിന് സ്തുതി. തനിക്ക് 6-ാം മണിയുടെ നമസ്കാരം പൂർത്തീകരിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾ ആയുസ്സോടുകൂടി ഇരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബഹുലഹുന്യമോ സ്വദഹയാൽ ആർക്കുമോർ 6 വചനങ്ങൾ കൊണ്ട് ലോകത്തെയും അതിലുള്ള സകലത്തെയും സൃഷ്ടിച്ചു. തൻ്റെ ജ്ഞാനത്താൽ ക്രമപ്പെടുത്തിയ ജ്ഞാനമുള്ള സൃഷ്ടാവായ നിനക്ക് സ്തുതി. നിനക്ക് കീർത്തനം. നിന്റെ ഏകപുത്രൻ തൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ 6 ദിവസം കൊണ്ട് എല്ലാ സൂചനകളെയും നിറവേറ്റി സൃഷ്ടിയെ പുതുക്കി. ആ പരമസ്വാതന്ത്ര്യൻ വെള്ളിയാഴ്ച അറുതിയില്ലാത്ത അനുസരണം കാണിച്ച് ഞങ്ങളുടെ ആദ്യ പിതാവായ ആദാമിൻ്റെ ആജ്ഞാലംഘനത്തെ ഇല്ലായ്മ ചെയ്തു. ആ ഏകജാതനായ ദൈവം വെള്ളിയാഴ്ച കുരിശിന്മേൽ തൃക്കൈകൾ നീട്ടി ആദിനായ ആദാം കൊതിയോടെ കനിയിലേക്ക് നീട്ടിയതായ അവൻ്റെ കൈ സ്വസ്ഥപ്പെടുത്തി. രക്തത്തിനും കൊലയ്ക്കും ദാഹിച്ചിരുന്ന കൊലപാതകന്മാരിൽ നിന്ന് അവന് വേണ്ടി കഷ്ടതയും കുരിശുമരണവും കൈക്കൊണ്ടു. കരിങ്കല്ലിനേക്കാൾ കഠിനമായിരുന്ന അവരുടെ ഹൃദയം ഉണ്ടായ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞില്ല. അവരുടെ സ്വന്തം കൃത്യങ്ങളെക്കുറിച്ച് ചാഞ്ചല്യമുണ്ടായതുമില്ല. ഏകജാതനായി വചനമായിരിക്കുന്ന ദൈവമാണെന്ന് കർത്താവിനെ കണ്ടിട്ടും അറിഞ്ഞിട്ടും തനിക്ക് വിരോധമായി പ്രതികൂലിച്ചതിനാൽ അവർക്ക് കഷ്ടം. തങ്ങളുടെ ആത്മാക്കളെ അവർ സ്വാതന്ത്ര്യപ്പെടുത്തുകയോ അവരുടെ കൈ കഴുകുകയോ ചെയ്യാതെ അവരുടെ ഹൃദയം കാഠിന്യത്താൽ അവർ നിലനിൽക്കുകയും കൊല ചെയ്യുവാനായിട്ട് അവർ ഒരുങ്ങുകയും ചെയ്തു. കുറ്റമില്ലാത്ത രക്തം ചിന്നിപ്പോയ അവർ സദരാഹ്നതരാകുകയും രക്ഷിതാവിൻ്റെ മേൽ കൈവച്ച് കുറ്റം ചുമത്തുകയും ചെയ്തു.
അവർ തന്നെ ശുഷ്കാന്തിയോടെ പിടികൂടി ന്യായവിധിക്കായി കൊണ്ടുചെന്ന് ന്യായവിധിവനെ ഏൽപ്പിച്ചു. അവർ തന്നെ കുരിശ് ചുമപ്പിക്കുകയും ഗോകുൽത്തായിലേക്ക് നേരെ കൊണ്ടുപോവുകയും ഭൂമിയുടെ മധ്യത്തിൽ നാട്ടിയിരിക്കുന്ന കുരിശിന്മേൽ കരയേറ്റുകയും ചെയ്തു. തൻ്റെ മഹിമയുടെ ശിരസിൽ മുൾക്കിരീടം വയ്ക്കുകയും തിരുമുഖത്ത് തുപ്പുകയും അധിക്ഷേപിച്ച് ചുവപ്പ് കുപ്പായം ധരിപ്പിക്കുകയും ചെയ്തു. അവർ തന്നെ കാടിയും കയ്പും കുടിപ്പിക്കുകയും തൃക്കൈകളിലും തൃക്കാലുകളിലും ആണി തറയ്ക്കുകയും ചെയ്തു. തൻ്റെ വിലാവിൽ കുന്തം കൊണ്ട് കുത്തുകയും ജീവനെയും മരണത്തെയും സൂചിപ്പിക്കുന്ന ചോരയും വെള്ളവും അതിൽ നിന്ന് ഒഴുകുകയും ചെയ്തു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ ഉപേക്ഷിച്ചെന്തുകൊണ്ട് എന്നിങ്ങനെ താൻ ഉന്നത ശബ്ദത്തിൽ അട്ടഹസിച്ച് പറഞ്ഞു. തൻ്റെ ശബ്ദത്താൽ ഭൂമി കുലുങ്ങുകയും പാറ പൊളിയുകയും സൂര്യൻ ഇരുണ്ടു പോവുകയും തീക്കൽപ്പാറകൾ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. ദേവാലയത്തിൻ്റെ തിരശ്ശീല മുടി മുതൽ അടിവരെ കീറി. അഗ്നിമയന്മാർ അന്താളിക്കുകയും ആത്മയന്മാർ വിറയ്ക്കുകയും സഹചാരികൾ പരിഭ്രമിക്കുകയും ദൂതന്മാർ വിസ്മരിക്കുകയും ക്രൂബേന്മാർ വിറയ്ക്കുകയും തങ്ങളുടെ കർത്താവ് മരത്തിന്മേൽ തൂങ്ങിക്കിടക്കുന്നത് കണ്ടിട്ട് ശ്രാപ്പേന്മാർ ചുളുങ്ങുകയും ചെയ്യുന്നു. തൻ്റെ സൃഷ്ടാവിൻ്റെ നഗ്നത കാണാതിരിപ്പാനായി സൂര്യൻ അതിൻ്റെ രശ്മികളെ മറച്ചു കളഞ്ഞു. നിത്യപ്രകാശം മരത്തിന്മേൽ തൂക്കപ്പെട്ടത് കാണുകയാൽ നട്ടുച്ചയ്ക്ക് അന്ധകാരമുണ്ടായി. ശിഷ്യന്മാർ ഓടി ഒളിക്കുന്നു, സ്നേഹിതന്മാർ ചിഹ്നിച്ച് തുറന്നു. പ്രഖ്യായുടെ പുത്ര, ഉണർന്ന് എഴുന്നേൽക്ക, ഇടയൻ അടിയേറ്റു, അവൻ്റെ ആടുകൾ ചിതറിപ്പോയി എന്നുള്ള നിന്റെ ദീർഘദർശനം ഇതാ നിറവേറിയിരിക്കുന്നു. അഗ്നിമയന്മാരെവിടെ? അഗ്നിജ്വാലയെ ധരിച്ചിരിക്കുന്നവരെവിടെ? മീകായേലേ, നിന്റെ വൈരാഗ്യം എവിടെ? ആസൂറിക്കാരുടെ ആയിരങ്ങളെ കൊല ചെയ്ത നിന്റെ വാൾ എവിടെ? ദൂതന്മാരുടെ തലവനായ ഗബ്രിയേലേ, നിന്റെ ഉഗ്രത എവിടെ? ശിഷ്യന്മാരെ, നിങ്ങൾ ഭയപ്പെടേണ്ട, ശക്തി പൂണ്ട് ധൈര്യപ്പെട്ട് ഒന്നിച്ചു കൂടുവീൻ. ഇന്ന് നിങ്ങളുടെ ഗുരു അടിയേൽക്കുന്നെങ്കിൽ ദീർഘദർശി അദ്ദേഹത്തെക്കുറിച്ച് ഉദ്ഘോഷിച്ചിട്ടുള്ള പ്രകാരം ഞായറാഴ്ച താൻ ജീവിച്ചെഴുന്നേൽക്കും. ശമോനെ, നീ എവിടെ പോകുന്നു? യോഹന്നാനെ, നീ എവിടേക്ക് ഓടുന്നു? ബർത്തലോമായെ, നീ എവിടേക്ക് ഓടി ഒളിക്കുന്നു? തോമായെ, നീ എവിടേക്ക് മാറുന്നു? ഫിലിപ്പോസേ, നീ എവിടേക്ക് അകലുന്നു? അന്ത്രയോസേ, നീ എന്തിന് ദുഃഖിക്കുന്നു? യാക്കോബേ, നീ എന്തിന് വിലപിക്കുന്നു? ലാബി, നീ എന്തിന് കരയുന്നു? സ്ലീഹന്മാരെ ചെറിപ്പോവാനായിട്ട് നിങ്ങൾ വെമ്പരുതേ. ഇന്ന് നിങ്ങൾ ഓടിപ്പോയാലും ഞായറാഴ്ച ഒന്നിച്ചു കൂടും. ഇന്ന് ഭയത്താൽ ഒളിക്കുന്നുള്ള ഓട്ടമാണ്, ഞായറാഴ്ച ആനന്ദത്തിനുള്ള കൂട്ടമാണ്. ഇന്ന് ഭയവും വിറയലും അത്രേ. ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിന് വിലാപം, ഞായറാഴ്ച സന്തോഷവും ആനന്ദവും. നിങ്ങളുടെ ഗുരു ശവക്കല്ലറയിൽ നിന്ന് ജീവിച്ചെഴുന്നേറ്റു. കേൾക്കുമ്പോൾ ദൂതന്മാർ ദുഃഖിച്ച് വിലപിക്കും. ഇത് ഹേതുവായിട്ട് ഞങ്ങളുടെ മെശിയാതമ്പുരാനെ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നിന്റെ രക്ഷാകരമായി കഷ്ടാനുഭവ നാളിൽ കഷ്ടതയില്ലാത്തവരും ഉപദ്രവമില്ലാത്തവരുമായി ഞങ്ങളെ ആക്കി തീർക്കണമേ. എല്ലാ പാപദുർകാരങ്ങളിൽ നിന്നും ഞങ്ങളെ വേർപെടുത്തണമേ. നിന്റെ ദിവ്യശക്തിയാലും നിന്റെയും നിന്റെ പിതാവിൻ്റെയും പരിശുദ്ധരുഹായുടെയും കൃപയാലും ഞങ്ങൾ ശത്രുവിൻ്റെ വ്യാപാരങ്ങളെ എല്ലാം ജയിക്കുമാറാകണമേ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും നാം പ്രാപിക്കുമാറാകട്ടെ. ദൈവം ക്രൂശിൽ തൂക്കപ്പെട്ടിരിക്കുന്നു. സൃഷ്ടികൾ വിലപിച്ചു. പിലാത്തോസിന് മുമ്പാകെ തലകുനിച്ചു നിൽക്കുന്ന പുത്രനെ കണ്ടിട്ട് സ്വർഗീയ സൈന്യങ്ങൾ ഭയത്തോടും വിറയലോടും കൂടെ നിന്നു. നാഥൻ പരിഹസിക്കപ്പെടുന്നത് കണ്ടിട്ട് സൂര്യനെ അതിൻ്റെ കിരണങ്ങൾ മറച്ചു കളഞ്ഞു. ഭൂമി വിറച്ചു, ആഴത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകി. സൃഷ്ടികളെ വഹിച്ചിരിക്കുന്നതിനെ നിന്ദ്യ മൺകട്ട ഇരുന്നു കൊണ്ട് വിധിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശ്വാസം ഏറ്റവും വലുതും യഥാർത്ഥവുമായിരുന്നു. മരത്തിൽ തൂക്കപ്പെട്ടിരിക്കുന്ന അവനാഥനോട് പാപപരിഹാരം യാചിച്ചു.
അവന്റെ കൈകളും കാലുകളും ആളുകളാൽ തറയ്ക്കപ്പെട്ടു. എന്റെ കർത്തം ക്ഷമിക്കണേ ഞാൻ പറഞ്ഞു. ക്ഷമോൻ നീ തന്നെ ഉപേക്ഷിച്ച് ഞാൻ അറിയുന്നില്ല എന്നാണേറ്റു പറഞ്ഞു. യൂഹാനോരും മറ്റു ശിഷ്യന്മാരും തന്നെ ഉപേക്ഷിച്ച് ഓടിപ്പോയി. എന്നാൽ കൊലപാതകൻ കർത്താവേ നിന്റെ രാജ്യത്തിൽ നീ എഴുന്നള്ളുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് നിലവിളിച്ചു പറഞ്ഞു. തൻ്റെ സ്നേഹത്താൽ തിരുവുള്ളം തോന്നി ഞങ്ങൾക്ക് വേണ്ടി ജഡത്തിൽ കഷ്ടത അനുഭവിക്കുകയും 6 മണിക്കൂർ പുരുഷന്മേൽ നഗ്നനായി കിടന്നതിനെ കാണാതെ ഇരിപ്പാൻ ആകാശത്തട്ടിൽ സൂര്യനെ അന്ധകാരപ്പെടുത്തുകയും തൻ്റെ ശബ്ദം കേട്ടപ്പോൾ പാറകൾ പൊളിയുകയും ശവക്കല്ലറുകൾ തുറക്കുകയും ശവക്കല്ലറുകളിൽ നിന്ന് അനേകം മരിച്ചവർ ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തവനായി പിതാവിൻ്റെ പുത്രനാവുന്ന നിനക്ക് സ്തുതി. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും പാപവീഴ്ച കൂടാതെ തിരുമുമ്പാകെ ഞങ്ങളെ നിർത്തണമേ. ഞങ്ങളുടെ ധൂപം കൈക്കൊണ്ട് ഞങ്ങളുടെ ആരാധനയുടെ ധൂപത്തിൽ പ്രസാദിക്കണമേ. എല്ലായ്പ്പോഴും നിനക്ക് നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതി പാടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഓശോ വബുക്കൂല സുബാൻ കർത്താവേ, നീ ദുഷ്ടന്മാരുടെ കൈകളാൽ സ്കീപ്പായിൽ തറയ്ക്കപ്പെട്ടിരിക്കുന്നതിനെ മേലുള്ള ഈറയന്മാർ കണ്ട സമയത്ത് അവർ കൂട്ടം കൂട്ടമായി പരസ്പരം ചേർന്ന് ആ ദുഷ്ടന്മാരുടെ മേലിറങ്ങി അവനെ ക്രൂശിക്കായി നട്ടഹസിച്ച ശപിക്കപ്പെട്ടവരെ നശിപ്പിക്കാൻ തിരക്ക് കൂട്ടി ബാധിക്കുമോ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. സിംഹാസനത്തിലിരുന്ന് വമ്പ് ഭാവിച്ച് ന്യായാധിപന്മാരുടെ ന്യായാധിപനെ വിസ്തരിച്ചു. ജനത്തിന്റെ സുപ്രീമായ യേശുവിടുക മരണയോഗ്യനായ യേശുവിനെ ക്രൂശിക്കായി നട്ടഹസിച്ചു. അവനെ വായിച്ചു ഞാൻ വാഴ്ത്തപ്പെടുവാനാകുന്നു. ഞങ്ങൾക്കായി നീ ഏറ്റൊരു പീഡ താഴ്ചകളേറ്റം ധന്യം ഇരുളിൻ സുതരാത്മാക്കൾ ദൈവീകരാകും കുഞ്ഞാടീനയാസ്കീപോസായി തരുവിൽ തൂകി ബഹുവാകും തൻ നന്മയ്ക്കെതിരാ കൈപേറിയതാ മുടിവിഞ്ഞേരി ശൈലങ്ങൾ പൊട്ടിക്കേറി നിർമ്മേശ പാണികളിന്മേലാണിതറേ ഖേദം യോദർക്കുണ്ടായില്ല. ശിശുകേസരിയാതുരുവിൽ ചേരി ഇരുളിൽ സുതരാജമ്പുകരോടി ദുഷ്ടാത്മാക്കൾ വിസ്മയമാർന്നു തന്നോട് മകുടം നിഭവിച്ചതിനാ പാവാധിപനാം സാത്താൻ കേളു. വിധിയേൽക്കുമ്പോൾ വിധിയേരുതേ ഞങ്ങളെ പാമൃതി കഷ്ടതകൾക്കായവം നോനെ പ്രാർത്ഥന കേട്ടിട്ടാൽ മക്കളിലുണ്ടാകേണം ദേവാ. ദയുണ്ടാകേണം നാഥാ കൃപതോ നേണമൻപാ യാഗാതം
ജീവനും റീവിന് കുഞ്ഞാടെത്തി ആർഭകരാമാചാര്യന്മാരെ ക്രൂശകൾ നിന്നോ ഗോകുൽത്തായിൽ ശ്രീബായാം തരുവിന്മേൽ തൂകി ദൂർവേലക്കാരൻ കല്ലേറ്റി കെട്ടി മീരെ ആഴം വിണ്ണിവകൾക്കിടയിൽ ദോണായി കാട്ടി നിന്നാൽ വീരൻ പോലോകത്തിൽ ഭാരം താങ്ങാൻ ദേവാ ദയുണ്ടാകേണം നാഥാ കൃപ ധ്യാനത്തിൽ കൂരിൽ കുന്നി ശിക്ഷിതി മൂടി ജ്യോതിസിന്മേൽ കോയ്മയവനെന്നതിനാൽ തേറി വെള്ളിയിൽ വെട്ടം തേജസ്സി വാഴ്ത്താൻ മാഞ്ഞു ശ്ലീബായേറ്റാൻ ദൈവാത്മജനെന്നുലകം കണ്ടു മധ്യാഹ്നത്തിൽ വൃക്ഷഫലത്തെ ആദാം തിന്നു ലജ്ജ പൂർവം തൻ മൂഢതയിൽ കമ്പം പൂണ്ടാൻ ദേവാ ഉണ്ടാകീണം നാഥാ കൃപ തോന്നീണമൻപാൽ വസ്ത്രം സർപ്പം രാജിടുകയാ കൃപനേ ചാർത്താൻ പരലിനുള്ളിരാവുകരേറി സ്ഥാനം നേടി നഗ്നത പൂണ്ടോരുടയോനെ കണ്ടടിയാൻ സൂര്യൻ ഘോരാക്ഷേപം കാണായി വാന്തൻ നയനം ചിമ്മി നോവിൻ നാദൻ തൻ നഗ്നത കാണായി വാ ക്ഷേമം യാഫേത്തും പോലെവിയും മതിയും വദനം മൂടി ദേവാ ദയുണ്ടാകേണം നാഥാ കൃപ തോന്നേണമൻപാ സ്കീപ്പായിന്മേൽ നീതിമഹാർക്കന്മേൽ വീടുമ്പോൾ സൃഷ്ടികളിൽ ഞാനെങ്ങനുദിക്കും ചൊന്നാൻ സൂര്യൻ മോശകമത്യനാഥനെ നഗ്നം ദർശിച്ചപ്പോൾ തേജസ്സിനെ എങ്ങനെ പകലോ വെളിവാക്കിയിടും ജ്യോതി വ്യൂഹത്താൽ പൂർണ്ണപദം തേജോഗോളം വൃക്ഷത്തിന്മേൽ നാഥൻ ദർശിച്ചമ്പത പൂണ്ടു ദേവാ ദയുണ്ടാകേണം നാഥാ കൃപ തോന്നേണമൻപാൽ മധ്യാഹ്നേ നഗ്നതയോർന്നാൻ പുത്രൻ സ്കീപ്പാമേ ആദത്തെ കൊന്ന മഹാസർപ്പം വേടി ചാത്തു ദൃഷ്ടാന്തേ ശിരസ്യം നിറയും ആശാവെള്ളി നിൻ വൃത്താന്തം വർണ്ണിപ്പാലൻ വദനം പോരാ ആറാം നാളിൽ ബറുദീസിൽ നിന്നാദാ നീങ്ങി അന്നാളിൽ താൻ ദേവതനോജൻ സ്കീപ്പായേറി ദേവാ ദയുണ്ടാകേണം
വേണം നാഥാ കൃപ തോന്നേണമൻപാൽ നാദാഭൂവാനം നിൻ പീഡയതിൽ ക്ലേശിച്ചു മാനോ വാനോ നിന്താഴ്മയിലതിവിസ്മയമാർന്നു ദേവ ദയുണ്ടാകീണം നാഥാ കൃപ തോന്നേണമൻപാൽ ബലികളെ നീക്കിയിടും തിരുബലിതന്നെന്താ പുണ്യം നൽകിയിടും ബലിയെ സ്തോത്രം അഗ്നിതേരിന്മേൽ സ്ഥിതി ചെയ്യുന്നോനെ സ്ലീപാമേലേറ്റി വെള്ളിദിനത്തിൽ വച്ചുതറച്ചാതൻ പാണികളത്യുഗ്രം കാലുകളും ലേശം കരളരിവന്നെ ആംഗ്യത്താൽവാനോ ആഴവുമേന്തുന്നോ തിരുവിഷ്ടം മൂലം സ്ലീപായേ ദാനേന്ദ്രേ നീരന്മാർച്ചോളും കാന്തിയേന്തുന്നോ തരുവിന്മേൽ നഗ്നം തൂക്കപ്പെട്ടു വെള്ളിയതാം നാളിൽ സൃഷ്ടിഗണം കേണു ജനനികളെ കണ്ടേ കഷ്ടതകൾക്കായി രോദനഗേഹത്തെ പുത്രനു നിർമ്മിച്ചു സ്വർഗാദ്യാത്മജനെ ഓർത്തുകരെ ഞാൻ ജ്യോതിസാലും പാറയാൽ പാരും മൃദരാശിയോളും തിരുമാഹാത്മ്യം ഘോഷിച്ചു തന്മാഹാത്മ്യത്തിൻ ഭാവമറിഞ്ഞീട അന്ധത പൂണ്ടേറ്റം ക്രൂശക സംഘം നിമിമുമ്പേറായി ചന്ദനപോൽ പൂവിൽ വെള്ളിയതാം നാളിൽ ഗോരിരുളേറി ദേശത്താൽ തൂക്കി നീ പോയതുമെന്ത് ഉജ്ജ്വല തേജസ്സേ മഹിമാവേറും നിൻ രശ്മികളേവൻ വീശിടുവാൻ ധൈര്യം കാട്ടി വിഷ്ടവീരാനി കേട്ടപ്പെട്ടാരാ തരുവിന്മേൽ നീ നഗ്നത പൂണ്ടു ആരോദനനാദം ദൈന്യതയും ഭാരം സങ്കടവും വീർപ്പും സംപ്രാപിച്ചു മൗലികമീപ്പിച്ച ചെറുകുഞ്ഞുങ്ങൾ പോയ പിതാവേ പോൽ തേങ്ങിക്കേണ ക്രൂശിതനായി കുന്തം കൊണ്ടുപിളർന്നോനെ കണ്ടുൾ താപത്തോ അരികെ ചെന്നാശ്ലേഷിച്ച ലഹരി പിടിച്ചുൾക്ക അതിസന്താപത്താൽ ഗൽഗത സമ്പൂർണം സംസാരിച്ച സുധാചാരി ഞാനണയട്ടെ നിന്റെ നിയോഗത്താ ഇരുളാ
നേടട്ടെ സ്ലീബവൃക്ഷത്തെ ഞാൻ പുണരട്ടെ എൻ മകനെ ഞാൻ നിൻ മടികളെ മൂത്തട്ടെ പ്രാണപ്രദനേ നിൻ സൗരഭ്യം ഞാനേൽക്കട്ടെ ദുർവൃത്തന്മാർ നിൻ നഗ്നത കാണായി വാൻ അന്ധത പോകട്ടെ തൽനയനങ്ങൾ ദൂതന്മാർ മുമ്പൻ ഗബ്രിയേലേ നിൻ എരുതി വൈരാഗ്യം കെട്ടതുമെന്ത് ദുഷിയേൽക്കുന്നു നീ നുടയോൻ സ്കീപ്പായിൽ അഗ്നിമയാ മൗനം പൂണ്ടതുമെന്ത് ഓ മീഖായേലേ തീക്ഷണമേ കാൺക തന്റെ വിലാവിന്മേൽ ദ്വേഷികൾക്കുന്തത്താൽ കുത്തി 10 സഹസ്രത്തെ വീഴ്ത്തിയനെ വാളാൽ ക്രൂശകരെ നാശം ചെയ്തു മുടിക്കാം സിയോനെ മശീഹായി ക്രൂശിച്ചോളെ ആ കഷ്ടം ഭാഗ്യം സഭയെ സ്തുതി മഹിരേ യേശുനാഥൻ സ്ലീബായിൻ മേലേറി പാവനനെ നീടാൻ ക്രൂശകരാർത്തു നാശകരാ ചെന്നായ്ക്കൾ ചുറ്റി നിർമ്മലകുൻ ഞാടതിനെ ചീന്തി ഹിതമൊടുവേ ധനയേറ്റേ വരെയും വീണ്ടാൻ കുരിശാ തേജസുതരാ ശിഷ്യന്മാർ പാഞ്ഞോടി ഓരിരുളുകൾ വ്യോമയനെ പിടികൂടി ദ്വേഷത്താ കയ്യാപ്പാതാനു ഹൻഡാനു വാമശദാധിപനാം യൂദായു ദക്ഷിണഭാഗാധിപനെ ക്രൂശിച്ചു ചൊല്ലുന്നു മരം കഷ്ടമെനിക്കെന്തുളവായി ശ്രേഷ്ഠീശനയൻ മീദേവാ കുരിശിച്ച മഴമഞ്ഞൻ നിവയാലവനെന്നെ പോറ്റി ഞാൻ ഉപകാരം ചെയ്തു മഷിഹാദൻ ക്രൂശകരാ യൂദന്മാരെ കഷ്ടം നാദമകനെ കുരിശിച്ചാരി തരുവിൽ ഉന്നതസുതനെ ദ്വേഷിച്ചെന്തിനു പകയ സകലർക്കും നന്മകൾ നീ അരുളി ആരോഗ്യം നീലർക്കും നൽകി പ്രതിഫലമായി സ്കീപ്പാമേ എന്തിന്നീ പരിഹാസം ദോഷം ചെയ്തൻ ദീർഘ
മക്കളെ പുത്രികളെ എൻ പുത്രൻ കാന്തർക്കുപകാരം ചെയ്തു തുപ്പലിനാ കാഴ്ച കൊടുത്തന്ത കരുണാൽക്കോ കമലതയും കാന്തസുതൻ മാരവനെ പ്രതിഫലമായി താടിച്ചു. മകനെ എങ്ങനെ ഞാൻ കേഴേണം തോഴികളും വരമാംസങ്ങളുമെന്നെ സ്കീപ്പായെ കാതക ചൂഴുന്നു ദ്വേഷികൾ മൃതിയതിനുഴറുന്നു മോഹമതാം സൃഷ്ടിക്ക് നാരാവും മൂകതയോത് മലരക്തം വീണതരി ചേലെഴുന്നോർക്കുൾഭ്രമമേറ്റുക വലുതാ പാറകളെ ആർക്കുക കല്ലുകളെ ശാസിപ്പിൻ ക്രൂശകളെ നിങ്ങൾ താന്നഗ്നൻ പ്രകൃതികളെ ആഗ്യത്താലിളകിടുവിൻ. ഓ എഴുന്നേൽപ്പീൻ സൃഷ്ടികളെ പിതൃഭവന തായകളെ പ്രതിഭോഗം സുതനായി സുതനീകൻ തമ്മിലിളക്കിടുവേ തിരുമഹിമ ഏറ്റം നിരസിച്ച ക്രൂശകരെ ഭീകരമാം നെടുവീർപ്പായി ശാസിപ്പാ ഉഗ്രന്മാരാമുജ്ജലദൂതന്മാരി തന്നഗ്നത കണ്ടെന്തിരിയാതമരുന്നു നിങ്ങളിൽ രണ്ടാളുകൾ സോദോമിൽ നിന്നിതരായി തൽപുരി തീകിരയായി വാനവരെ ക്ഷമയരുതേ ദുഷിയേറ്റിടുന്നുടയോ ോരാം ദ്രോഹികളിൽ അത്യുന്നതരെ വൈരാഗ്യത്തെ ചൊരിവിൻ രക്ഷകനെ തൂക്കിയ ജനതയ്ക്കായി ചിറകുകളിൽ തീക്കനലേന്തിടുവേൻ വാനവരെ തന്നാം രോധിച്ചോ ക്ഷമയെന്ത് ഹല്ലേലൂയ ഹല്ലേലൂയ പോഷത്തമവരുടെ വായുര ചെയ്യുന്നു അന്യായം അവരുടെ വലതുകരത്തിൽ കവിയുന്നു. ോ നമ്മുടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവേ ശിമിശിയുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പിനെ കേൾക്കണം. ദൈവത്തിന് സ്തുതിയും ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും തൻ്റെ കരുണയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.
വിശുദ്ധ മത്തായി സ്ലീഹായുടെയും അവൻ്റെ സഖികളും എഴുതിയ സുവിശേഷത്തിൽ നിന്നും. അപ്പോൾ നാടുവാഴിയുടെ പടയാളികൾ യേശുവമ്പ്രാനെ കൂട്ടിക്കൊണ്ട് ആസ്ഥാന മണ്ഡപത്തിലേക്ക് പോയി. പട്ടാളത്തെയെല്ലാം അവൻ്റെ അടുക്കൽ കൂട്ടി അവൻ്റെ ഉടുപ്പ് മാറി ഒരു ചുവന്ന കുപ്പായം ധരിപ്പിച്ചു. മുള്ളുകൾ കൊണ്ട് ഒരു കിരീടമുണ്ടാക്കി അവൻ്റെ തലയിൽ വെച്ചു. അവർ വലത്തെ കൈയിൽ ഒരു കോലും കൊടുത്ത് അവൻ്റെ മുമ്പിൽ മുട്ടൂത്തി പരിഹസിച്ചു അഭിവാദ്യം ചെയ്യുവാനും തുടങ്ങി. പിന്നെ യഹൂദന്മാരുടെ രാജാവേ, സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ കർണത്തടിക്കുകയും ചെയ്തു. അവർ അവൻ്റെ മുഖത്ത് തുപ്പുകയും കോൽ കൊണ്ട് തലയിൽ അടിക്കുകയും ചെയ്തു. പീലാത്തോസ് പിന്നെയും പുറത്തേക്ക് വന്ന് അവരോട്, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഇതാ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് ഇവനെ ഇറക്കി വിടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യേശുവമ്പുരാൻ മുൾക്കിരീടവും രക്താംബരവും ധരിച്ച് പുറത്തേക്ക് ചെന്നു. പീലാത്തോസ് അവരോട്, ഇതാ മനുഷ്യൻ എന്ന് പറഞ്ഞു. പ്രധാനാചാര്യന്മാരും അവനെ കണ്ടപ്പോൾ ഇവനെ ക്രൂശിക്കുക ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞു. പീലാത്തോസ് അവരോട്, നിങ്ങൾ അവനെ കൊണ്ടുപോയി കുരിശിൽ തൂക്കിക്കൊള്ളുവിൻ, ഞാൻ അവനിലൊരു കുറ്റവും കാണുന്നില്ല എന്ന് വീണ്ടും പറഞ്ഞു. യഹൂദന്മാർ അവനോട്, ഞങ്ങൾക്ക് ഒരു ന്യായപ്രമാണമുണ്ട്, ഇവൻ ദൈവത്തിൻ്റെ പുത്രനായിരിക്കുകൊണ്ട് ഞങ്ങളുടെ ന്യായപ്രമാണം അനുസരിച്ച് മരണത്തിന് അർഹനാവുന്നു എന്ന് പറഞ്ഞു. പീലാത്തോസ് ഇത് കേട്ടപ്പോൾ വളരെ ഭയപ്പെട്ടു. അവൻ പിന്നെയും ആസ്ഥാനത്ത് പ്രവേശിച്ച് യേശുവമ്പ്രാനോട്, നീ എവിടെ നിന്ന് വന്നവനാവുന്നു എന്ന് ചോദിച്ചു. യേശുവാകട്ടെ അവനോട് ഉത്തരം പറഞ്ഞില്ല. പീലാത്തോസ് അവനോട്, നീ എന്നോട് സംസാരിക്കുന്നില്ലയോ? നിന്നെ വിട്ടയപ്പാൻ എനിക്ക് അധികാരമുണ്ട്, കുരിശിൽ തൂക്കുവാനും എനിക്ക് അധികാരമുണ്ട് എന്ന് നീ അറിയുന്നില്ലയോ? യേശുവമ്പ്രാൻ അവനോട്, മുകളിൽ നിന്ന് ലഭിക്കാതെയിരുന്നെങ്കിൽ എൻ്റെ മേലൊരു അധികാരവും നിനക്കുണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് എന്നെ നിങ്ങൾ ഏൽപ്പിച്ചവൻ്റെ പാപം നിന്നേക്കാൾ വലിയതാവുന്നു എന്ന് പറഞ്ഞു. ഇരുനിമിത്തം പീലാത്തോസ് അവനെ വിട്ടയപ്പാൻ ആഗ്രഹിച്ചു. എന്നാൽ യഹൂദന്മാർ, ഇവനെ വിട്ടയച്ചാൽ നീ കൈസറിൻ്റെ സ്നേഹിതനല്ല, എന്നാൽ ഇവൻ സ്വയം രാജാവാകുന്ന ഏവനും കൈസറിന് വിരോധിയാവുന്നു എന്ന് അട്ടഹസിച്ച് പറഞ്ഞു. പീലാത്തോസ് ഇത് കേട്ട് യേശുവമ്പ്രാനെ പുറത്തേക്ക് കൊണ്ടുവന്ന എബ്രായ ഭാഷയിൽ ഗിബ്തോ എന്ന് പറയപ്പെടുന്നതായി കൽത്തളം എന്ന പേരുള്ള സ്ഥലത്ത് ന്യായാസനത്തിന്മേലിരുന്നു. അന്ന് പെസഹ കഴിഞ്ഞുള്ള വെള്ളിയാഴ്ചയായിരുന്നു. സമയം ഉദ്ദേശം 6 മണി നേരവുമായിരുന്നു. അപ്പോൾ യഹൂദന്മാരോട്, ഇതാ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു. അവരാകട്ടെ ഇവനെ കൊല്ലുക കൊല്ലുക എന്ന് ആർത്തു. പീലാത്തോസ് അവരോട്, ഞാൻ നിങ്ങളുടെ രാജാവിനെ കുരിശിൽ തൂക്കണമോ എന്ന് ചോദിച്ചു. പ്രധാനാചാര്യന്മാർ, കൈസറല്ലാതെ ഞങ്ങൾക്ക് വേറെ രാജാവില്ല എന്ന് പറഞ്ഞു. അനന്തരം യേശുവിനെ കുരിശിൽ തൂക്കുവാനായിട്ട് അവർക്ക് വിട്ടുകൊടുത്തു. അവർ യേശുവമ്പ്രാനെ സ്വന്തം കുരിശ് ചുമപ്പിച്ചുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗുഥോ എന്ന് വിളിക്കപ്പെടുന്നതായി തലയോട്ടി എന്ന പേരുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവർ യേശുവമ്പ്രാനെ കൊണ്ടുപോകുന്ന അവസരത്തിൽ അലക്സാന്ദ്രിന്റെ റുഫയുടെയും പിതാവായി ഗ്രാമത്തിൽ നിന്ന് വന്ന വഴി കടന്നു പോവുക കുറേനേക്കാരനായ ശീമോൻ എന്ന ഒരുവനോട് യേശുവമ്പ്രാൻ്റെ കുരിശ് താങ്ങുവാൻ അവനെ നിർബന്ധിച്ചു. യേശുവിൻ്റെ പുറകിൽ നിന്ന് താങ്ങുവാൻ തക്കവണ്ണം കുരിശ് അവൻ്റെ മേൽ വെച്ചു. അനേകം ജനങ്ങളും മുറയിട്ട് വിലപിച്ചുകൊണ്ട് സ്ത്രീകളും അവനെ അനുഗമിച്ചു. യേശുവമ്പ്രാൻ അവരുടെ നേരെ തിരിഞ്ഞ് ഇപ്രകാരം പറഞ്ഞു, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കുറിച്ച് കരയുവിൻ. എന്നാൽ ഇതാ വന്യകൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും കുടിപ്പിക്കാത്ത മുലകൾക്കും ഭാഗ്യം എന്ന് പറയേണ്ട ദിവസം വരുന്നു.
അപ്പോൾ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുവീൻ, കുന്നുകളോട് ഞങ്ങളെ മൂടുവീൻ എന്ന് നിങ്ങൾ പറഞ്ഞു തരും. പച്ചമരത്തോട് ഇപ്രകാരം പ്രവർത്തിക്കുന്നുവെങ്കിൽ ഉണങ്ങിയതിനോട് എന്തായിരിക്കും? ദുഷ്കർമ്മികളായ വേറെ 2 ആളുകളോടുകൂടി അവനെ കൊല്ലുവാനായിട്ട് കൊണ്ടുപോയി. അനന്തരം യഹൂദന്മാരുടെ രാജാവായ നസ്രേത്തുകാരനായ യേശു എന്ന് കുരിശിൽ തൂക്കിയ ഒരു സ്ഥലം പട്ടണത്തിനോട് സമീപമായിരിക്കൊണ്ട് ഈ പലക യഹൂദന്മാരിൽ പലരും വായിച്ചു. അതിൽ എബ്രായ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും ലത്തീൻ ഭാഷയിലും എഴുതപ്പെട്ടിരുന്നു. ജനങ്ങൾ അവനെ നോക്കിക്കൊണ്ട് നിന്നു. ആ വഴിയെ കടന്നു പോകുന്നവർ കൂടിയും അവനെ ദുഷിക്കുകയും തലകുലുക്കുകയും ചെയ്തുകൊണ്ട് പറയുകയും ചെയ്തു, ദേവാലയം പൊളിച്ച് 3 ദിവസം കൊണ്ട് അതിനെ നിർമ്മിക്കുന്നവനെയും നീ നിന്നെ തന്നെ രക്ഷിക്കുക. കുരിശിൽ നിന്ന് ഇറങ്ങി വന്ന് അപ്രകാരം പ്രധാനാചാര്യന്മാരും വേദപണ്ഡിതരും പരസ്പരം അവനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിക്കുവാൻ അവനെ കഴിയുന്നില്ല. ഇസ്രായേലിൻ്റെ രാജാവായ മെശിഹ ഇവൻ കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ, എങ്കിൽ നമുക്ക് അവനെ കണ്ട് വിശ്വസിക്കാം. അവൻ ദൈവത്തെ ശരണം പ്രാപിക്കുന്നുവല്ലോ. ഇപ്പോൾ അവന് ഇഷ്ടമുണ്ടെങ്കിൽ ഇവനെ രക്ഷിക്കട്ടെ. എന്നാൽ ഞാൻ ദൈവപുത്രനാവുന്നുവെന്ന് ഇവൻ പറഞ്ഞുവല്ലോ. അപ്പോൾ ഏകദേശം 6 മണി സമയമായിരുന്നു. 6 മണി മുതൽ 9 മണി വരെ ഭൂമിയിൽ എല്ലായിടത്തും ഇരുട്ടുണ്ടായി. സൂര്യൻ ഇരുണ്ടുപോവുകയും ചെയ്തു. നമ്മുടെ കർത്താവിന് വന്ദനമുണ്ടായിരിക്കട്ടെ. നാഥാ, നിൻ വരവിൻ മഹിമ ദിവസത്തിൽ ഓർക്കുക നിൻവരവിൽ മഹിമ ദിവസത്തിൽ അടിയാ നീയോർക്കുക കള്ളനയെന്നതുപോ ലോകമോർത്തെ ശുഭഹത്തോലാബോ ഈ കോരോ വരരോ പുതുകുദിശോ സെഗതോ റമറമോ വാലായി ആതോയിരവമേ വഗലോനോനെസ്ഫ സഹോദരയോരേ ശിലേന്ദരയെ നേരോ സ്ലാഹോ സാദംബേ ധംശിവോ ശുഭവോ ലഘുമോരാ ശുഭവോ ലഘുമോരാ ശുഭവോ ലഘു സബരനോരം ബാരിക്കുമോ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മാത്രം വലിയ വെള്ളിയാഴ്ചയുടെ ഉച്ച നമസ്കാരം പൂർത്തീകരിക്കുന്നു. ഇപ്പോൾ 9-ാം മണി നമസ്കാരം ആരംഭിക്കുന്നു. സ്കീപ്പായാൽ ക്രൂശഗീമാ ഈശോനി മശിഹ കോട്ടയും അവയവുമാം നിൻ ശ്രീവാസ്കീപാ യാൽ ക്രൂശഗീമാ
ഈശോനെ മശിഹ കോട്ടയും അഭയവുമാ നിൻ സ്ലീബാസ്കൃപ ഞാൻ ക്രൂശകയുമാ ഈശോനെ മശിഹ കോട്ടയും അഭയവുമാ നിൻ സ്ലീബ നാദാദേ സ്തുതിയും മാനം മഹിമ വന്ദനകൾ ശുദ്ധ മാവിനും ഉണ്ടാ കൃപ പാപികള ഞങ്ങളിലും മേരുൾ ഊരിശിലേ വാതിൽ സിംഹ സേനമണയിടമീ പ്രാമശിഹ സ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ നിത്യം ശരണവുമേ സ്തോത്രം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, വിനിയോഗങ്ങളെ രക്ഷിക്കണമേ. സന്ദർശിപ്പാനാഗതനാം തൽസുതനെ ദ്രോഹികളൊപ്പം ദോഷികളെന്നെ പാമേൽ ും ദൈവം നൽകി നിറവേറി നിബിധൻ വാക്യം മന്നൻ ദാവീദോദിയ പോൽ തൻ വസ്ത്രത്തെ പങ്കിട്ടാർ ചീട്ടിട്ടാർ തന്നംഗീക്കാർ വിശ്വസഭ മക്കൾക്കായി സ്ലീവാക്കൽപ്പിയലും വലുതാ ആയുധമായി തീർത്തോന്ദൻ ദുഷ്ടൻ തൻ സേനകളിൽ വിശ്വാസിനിയാം വിമല സഭയാകട്ടെ ശ്രീബാകോട്ട ശുഭഹോലാ ബോലെ ബറുവൽ റൂഹോ കാദീശോ ശ്രീവായ സബരക്ഷിതയോ ശ്രീവായ വെളിയാത്തതിനാ ശ്രീവായതിനെ കാക്കുന്നു സൗമൻകാലോ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാപവും പൂഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതയും ഇടവിടാതെ കരയേറ്റുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. തൻ്റെ ദൈവിക സ്വഭാവത്തിൽ നിന്ന് സർവോന്നതനും അദൃശ്യനും ഞങ്ങൾക്ക് വേണ്ടി സുമനസാൽ പീഡയേൽക്കുവാൻ ഞങ്ങളുടെ അടുക്കലേക്ക് വന്നവനായി പീഡകളിൽ നിന്ന് അകന്നിരിക്കുന്നവനും ഞങ്ങളെ രക്ഷിപ്പാൻ സദയം ജഡത്തിൽ മരണം ആസ്വദിച്ച മരണനും പാപത്തിൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് കരുണയോടെ ഞങ്ങളെ വേർപെടുത്തുവാനായിട്ട് ന്യായസ്ഥലത്ത് പീലാത്തോസിൻ്റെ മുമ്പാകെ നിന്ന് ന്യായാധിപതിന്മാരുടെ ന്യായാധിപതിയും ഞങ്ങൾക്ക് വേണ്ടി തൻ്റെ പിതാവിനോട് പ്രാർത്ഥിച്ചവനായി പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നവനുമായ കർത്താവിനെ സ്തുതി. തനിക്ക് വലിയ വെള്ളിയാഴ്ചയുടെ 9-ാം മണി നമസ്കാരം നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും
സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾ ആയുസ്സോടുകൂടെ ഇരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുഗുലഹുന്യവുമോ സ്വദഹായാലുന്മേ. ബാറകിമോർ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഞങ്ങളെ സൃഷ്ടിച്ച ഉന്നതനാത്തിൽ കൃഷ്ണനുമായ ദൈവമേ, നിന്റെ ശ്രേഷ്ഠമായ ഉണ്മയെ ഞങ്ങൾ സ്തുതിച്ച് ഏറ്റു പറയുന്നു. സ്വർഗീയ പിതാവിൻ്റെ വചനമായി ഏകപുത്ര, നിന്റെ രക്ഷയെ ഞങ്ങൾ പുകഴ്ത്തുന്നു. നിന്നീമായ മണ്ണിൽ നിന്നും തിരുമുമ്പാകെ സ്തുതിപാഠകരായി ഞങ്ങളെ നിർത്തിയ നിന്റെ പരിശുദ്ധ റൂഹായെ ഞങ്ങൾ പുകഴ്ത്തുന്നു. ഭൂമിയിലെ രാജാവായി ആദ്യ മനുഷ്യനായ ആദാമിനെ മേടമാസം 6-ാം തീയതി വെള്ളിയാഴ്ച നീ സൃഷ്ടിച്ചു. അവൻ മഹിമയോടെ ഉല്ലസിപ്പാനും മാലാഖമാർക്ക് ചാർച്ചക്കാരനും ആകുവാനും നീ അവനെ പർദീസയിൽ വാഴിച്ചു. വെള്ളിയാഴ്ച പ്രഭാതത്തിൽ നീ അവനെ ഏദനിൽ അവകാശിയാക്കി. ഭൂമിയുള്ള സ്ഥലത്തിൻ്റെയും ആധിപത്യം അവന് നൽകി. എന്നാൽ 3 മണിക്ക് മോഹനീയമായ പഴത്തിൻ്റെ അടുക്കിലേക്ക് മൂഢയായാൽ അവൻ അടുത്തു ചെന്ന് വെമ്പലോടെ ഭക്ഷിച്ച് നഗ്നനായി തീർന്നു. ആദാമേ, 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 നീ എവിടെയാകുന്നു എന്നൊരു ഗംഭീര ശബ്ദം കേട്ട്, എൻ്റെ നാഥ, നിന്റെ ശബ്ദം കേട്ടിട്ട് ഞാൻ ഒളിച്ചിരിക്കുകയാണ് എന്ന് അവൻ മുഖലജ്ജയോടെ ഉത്തരം പറഞ്ഞു. നീ ക്രോധവും കോപവും പൂണ്ട് അനുസരണമില്ലാത്ത ദാസ, നീ നിന്റെ അവകാശം വിട്ട് മുള്ളു നിറഞ്ഞ ശപിക്കപ്പെട്ട ഭൂമിയിലേക്ക് പോക എന്ന് അവനോട് കൽപ്പിച്ചു. ഈ വെള്ളിയാഴ്ച അവൻ കർത്തൃകൽപ്പനയ പർദീസയിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടു. അവൻ്റെ സഹായത്തിനായി സൃഷ്ടിക്കപ്പെട്ട ഹവ്വായോടുകൂടി ദുഃഖകരമായ ജീവിതത്തിലേക്ക് അവൻ തള്ളപ്പെട്ടവനായി തീർന്നു. നിന്റെ രാജകീയ സ്വരൂപം നശിച്ചു പോകുന്നത് നിന്റെ കൃപയ്ക്ക് സമ്മതമല്ലായികയാൽ നിന്റെ സ്വരൂപ രക്ഷയ്ക്കായി നിന്റെ വചനമായ അനാഥന്തിനെ നീ നിയോഗിച്ചയച്ചു. അവൻ പാപവികാരം എന്നെ ഭരണം നടത്തി ആദാമിനെ രക്ഷിപ്പാനായിട്ട് വെള്ളിയാഴ്ച തന്നെ കുരിശാരോഹണത്തിന് ഒരുങ്ങിച്ചെന്നു. ഒരു ദുഷ്ടനെ എന്ന പോലെ ഹന്നായുടെ ഭവനത്തിൽ അവനെ അവർ ബന്ധനത്തിലാക്കി. കയ്യപ്പായുടെ ഗ്രഹത്തിൽ വെച്ച് ഒരു കുറ്റക്കാരനെ പോലെ അവനെ വടികൊണ്ടടിച്ച് ബലഹീനനെ പോലെ അവൻ തൂണിനെ കെട്ടിപ്പിടിച്ചു. പീലാത്തോസിൻ്റെ കൊട്ടാരത്തിൽ വെച്ച് കുറ്റക്കാരനെ പോലെ അവനെ കൊലപ്പെടുത്തുവാൻ ഏൽപ്പിച്ചു. വെള്ളിയാഴ്ച ആദാം സൃഷ്ടിക്കപ്പെട്ടു. മേടമാസം 14-ാം തീയതി വെള്ളിയാഴ്ച നമ്മുടെ നാഥനായ മശിയ തമ്പുരാൻ നമുക്ക് വേണ്ടി ജഡത്തിൽ കഷ്ടം അനുഭവിച്ച് നമ്മെ രക്ഷിച്ചു. വെള്ളിയാഴ്ച ദൈവം ആദാമിനെ സൃഷ്ടിച്ചു. വെള്ളിയാഴ്ച മശിയ തമ്പുരാൻ ആദാമിൻ്റെ മക്കളായ അശുദ്ധരിൽ നിന്ന് തുപ്പലേറ്റു. വെള്ളിയാഴ്ച മൃഗങ്ങളും ജന്തുക്കളും അവയ്ക്ക് പേരിട്ട് കിട്ടുന്നതിന് തലകുനിച്ചു വന്നിച്ചുകൊണ്ട് ആദാമിൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂടി. വെള്ളിയാഴ്ച യൂതന്മാരുടെ രാജാവേ സമാധാനമെന്ന് അപഹസിച്ച് പറഞ്ഞുകൊണ്ട് മശിഹായ്ക്കെതിരായി സഭ കൂടി. ബാംശാമിലെ അനേകം കാളകളും കാളകുട്ടികളും എന്നെ ചുറ്റി വളഞ്ഞു എന്ന് ദാവീദ് പറഞ്ഞത് നിറവേറി. വെള്ളിയാഴ്ച ആദാമിൻ്റെ തലയിൽ രാജകീയ കിരീടം വയ്ക്കപ്പെട്ടു. വെള്ളിയാഴ്ച നമ്മുടെ കർത്താവിൻ്റെ തലയിൽ മുൾക്കിരീടം വയ്ക്കപ്പെട്ടു. ആദാം മഹിമയോടെ പ്രശോഭിച്ചുകൊണ്ട് പർദീസയിൽ 3 മണിക്കൂർ നേരം ഇരുന്നു. നമ്മുടെ കർത്താവ് ആദാമിൻ്റെ മക്കളായ മൺമേരയുടെ അടിയേറ്റുകൊണ്ട് 3 മണിക്കൂർ നേരം ന്യായസ്ഥലത്ത് നിന്നു. വെള്ളിയാഴ്ച ഹവ്വ നന്മ തിന്മകളെക്കുറിച്ചുള്ള
വൃക്ഷത്തിൻ്റെ അടുക്കിലേക്ക് ചെന്നു. വെള്ളിയാഴ്ച 6 മണിക്ക് ജീവവൃക്ഷമാകുന്ന മശിഹാ തമ്പുരാൻ കുരിശിലേക്ക് കയറി. വെള്ളിയാഴ്ച ഹവ്വ ആദാമിന് മരണകരമായ പഴം കൊടുക്കുകയും അവൻ തിന്ന് ആത്മീയമായി മരിക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച ജനങ്ങൾ നമ്മുടെ കർത്താവിന് കാടിയും കയ്പുനീരും നീട്ടിക്കൊടുക്കുകയും താൻ അത് കൊടുക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച ആദാം നഗ്നനായി 3 മണിക്കൂർ നേരം പർദീസയിലിരുന്നു. വെള്ളിയാഴ്ച മശിഹാ തമ്പുരാൻ 3 മണിക്കൂർ നേരം കുരിശിൻ നഗ്നനായി കിടന്നു. വെള്ളിയാഴ്ച മരണമുള്ളവനായ മൺമയരുടെ മാതാവായ ഹവ്വ ആദാമിൻ്റെ ഇടതുഭാഗത്തു നിന്ന് പുറപ്പെട്ടു. ജീവന്റെ കാസായും ആത്മീയ പാനീയവും മശിഹാ തമ്പുരാന്റെ വിലാവിൽ നിന്ന് പുറപ്പെട്ടു. വെള്ളിയാഴ്ച ആദാമും ഹവ്വായും പാപം ചെയ്തു. വെള്ളിയാഴ്ച അവരുടെ പാപം ക്ഷമിക്കപ്പെട്ടു. വെള്ളിയാഴ്ച അവരിരുവരുടെയും കണ്ണുകൾ തുറക്കപ്പെട്ടു. തങ്ങൾ നഗ്നരാണ് എന്ന് അറിഞ്ഞു. വെള്ളിയാഴ്ച സത്യപ്രകാശം അവർ ഉദിക്കുകയും ദുരാഗ്രഹിയായ മരണം അവരുടെ മേൽ വാഴുകയും ചെയ്തു. വെള്ളിയാഴ്ച മരണത്തിൻ്റെ അധികാരം പോയി. വെള്ളിയാഴ്ച ആദാമും ഹവ്വായും ദുഃഖത്താൽ തല താഴ്ത്തിക്കൊണ്ട് പർദീസയിൽ നിന്ന് പുറപ്പെട്ടു പോയി. വെള്ളിയാഴ്ച കുരിശടയാളം അവരുടെ സന്തോഷത്തോടെ പർദീസിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു. വെള്ളിയാഴ്ച മശിഹാ തമ്പുരാൻ മഹത്വത്തിൻ്റെ വസ്ത്രം അഴിച്ചു കളഞ്ഞു. ആദാമും ഹവ്വായും വൃക്ഷങ്ങളുടെ ഇടയിൽ വെച്ച് അഴിച്ചു കളഞ്ഞ മഹത്വമുള്ള അങ്കിക്ക് പകരം അവരെ അത് വീണ്ടും ധരിപ്പിച്ചു. വെള്ളിയാഴ്ച സാത്താൻ തൻ്റെ വഞ്ചനയാൽ അവരെ നാണിപ്പിച്ചു. വെള്ളിയാഴ്ച മശിഹാ തമ്പുരാൻ സാത്താനെയും അവൻ്റെ സൈന്യങ്ങളെയും ലജ്ജിപ്പിച്ചു. വെള്ളിയാഴ്ച പർദീസയുടെ വാതിൽ അടയ്ക്കപ്പെടുകയും തങ്ങൾ അതമ്പതിച്ച് നിന്ദരായി തീർന്നതിനാൽ സൗഭാഗ്യവാസികളായിരുന്ന ആദാമും ഹവ്വായും അവിടെ നിന്ന് പുറപ്പെട്ടു പോവുകയും ചെയ്തു. വെള്ളിയാഴ്ച പർദീസയുടെ വാതിൽ തുറക്കപ്പെടുകയും വലതുഭാഗത്തെ കള്ളൻ അങ്ങോട്ട് കടക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച പർദീസയെ സൂക്ഷിപ്പാൻ ക്രോബയ്ക്ക് മൂർച്ചയുള്ള വാൾ കൊടുക്കപ്പെട്ടു. വെള്ളിയാഴ്ച മശിഹാ തമ്പുരാൻ കുന്തം കൊണ്ട് കുത്തേറ്റ് മൂർച്ചയുള്ള വാൾ മുറിച്ച് ശത്രുതയാകുന്ന വേലി പൊളിച്ച് വെള്ളിയാഴ്ച ആദാം രാജാവും പുരോഹിതനും ദീർഘദർശിയുമായി തീർന്നു. വെള്ളിയാഴ്ച യൂദരിൽ നിന്ന് രാജ്യത്വവും പൗരോഹിത്യവും ദീർഘദർശനവും എടുത്തു കളഞ്ഞു. വെള്ളിയാഴ്ച ആനന്ദകരമായ പർദീസയിൽ നിന്ന് ആദാം ശാപഭൂമിയിലേക്ക് ഇറങ്ങിപ്പോയി. വെള്ളിയാഴ്ച മശിഹാ തമ്പുരാൻ കുരിശിന്മേൽ നിന്നു മണ്ണിൽ ഉറങ്ങിക്കിടന്നവരുടെ അടുക്കിലേക്ക് ഇറങ്ങി. ആദാം ബുദ്ധിഹീനതയാൽ ചെയ്തു പോയ സ്ഥലത്തെയും പാപം ഒന്നൊഴികെ മശിഹാ തമ്പുരാൻ തൻ്റെ വ്യാപാരത്താൽ നിറവേറ്റി. മരണത്തെ താൻ ബലാൽ ജയിച്ചു, പാപത്തെ ശിക്ഷയ്ക്ക് വിധിച്ചു. ആദാമിനെ സംസ്കരിക്കുകയും മൽക്കീസദേക്ക് പൗരോഹിത്യം നടത്തി അബ്രഹാം തൻ്റെ ഏകപുത്രനെ ബലി കഴിക്കുകയും ചെയ്ത സ്ഥലത്ത് തന്നെ രക്ഷിതാവായി യേശു തമ്പുരാൻ്റെ കുരിശുമരം നാട്ടി. രഹസ്യപൂർണമായ ചോരയും വെള്ളവും ആദാമിൻ്റെ വായിലേക്ക് ഇറ്റിറ്റ് വീണു. നമ്മുടെ അടുക്കൽ നമുക്ക് വേണ്ടി താൻ ചെയ്ത വ്യാപാരത്തിന് വേണ്ടി നാം തനിക്കും തൻ്റെ പിതാവിനും തൻ്റെ വിശുദ്ധ റൂഹായിക്കും വന്ദനം കരയറ്റണം പാറയ്ക്കുമോ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും 2 ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. മൃതിയെ രുചിച്ചാൻ ദേവേശൻ സ്ലീബ മേലേറി കഥകളും ഓട
ആദാമിനോടുമൊപ്പം അഴകേറ്റോനാ ആദാമിനു ജീവൻ നൽകി തന്നോത്ഥാനത്തെ നമ്പിടുമാദാമിൻ സുതയാര്യം ചെയ്യേണ്ടോരകബറി നമ്പറുദീസ് ഹല്ലേലൂയ പോകും വഴികാട്ടി ബാർക്കുമോ ശുഭഹോലാ ബോലെ ബ്രോവൽ റൂഹോ കാദീശോ ജഗദീനാഥൻ ദേവസുതൻ സീപാ ആയിന്മേ മൗനമേച്ചാത്മത്തെ തൻ പ്രതിഭാ നീലേകി പാറകൾ കീറി കല്ലറകൾ വീണ്ടും സൃഷ്ടികളെല്ലാം ആശ്ചര്യം പൂണ്ടു ദേവസുതന്റെ വിലാവയോയുരൻ മാചീന്തി പുണ്യം ലോകത്തിനു നൽകും ജലവും ശോണിതവും ഹല്ലേലൂയ പ്രവഹിച്ചതിൽ നിന്നും. ബറഖ്യമോർ കള്ളന്റെ വിശ്വാസം ഏറ്റവും വലുതും യഥാർത്ഥവുമായിരുന്നു. മരണത്തിൽ തൂക്കപ്പെട്ടിരിക്കുന്നവന്റെ നാഥനോട് അവൻ പാപപരിഹാരം യാചിച്ചു. അവൻ്റെ കൈകളിലും കാലുകളിലും ആണികളാൽ തറയ്ക്കപ്പെട്ടു. എൻ്റെ അകൃത്യം ക്ഷമിക്കണമേ എന്നവൻ പറഞ്ഞു. ശമോൻ തന്നെ ഉപേക്ഷിച്ചു പറഞ്ഞു, യോഹന്നാൻ അകലെ നിന്നു. നിന്റെ രാജ്യത്തിൽ നീ എന്നെ ഓർക്കണമേ എന്ന് കള്ളൻ അട്ടഹസിച്ചു പറഞ്ഞു. ബാറക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. മരത്തിന്മേൽ തൂക്കപ്പെട്ടും കള്ളന്മാരുടെ ഇടയിൽ വിധിക്കപ്പെട്ടും കിടക്കുന്ന പുത്രനിൽ അഗ്നിമാരാലും ആത്മീയന്മാരാലും വീരന്മാരുടെ കൂട്ടത്തിൽ അത്ഭുതപ്പെട്ടു. സൂര്യനെ അതിന്റെ കിരണങ്ങൾ തന്റെ നഗ്നത കാണാതിരിക്കത്തക്കവണ്ണം ഒതുക്കിക്കളഞ്ഞു. സ്വശക്തിയാൽ ഭൂമിയെ രൂപപ്പെടുത്തുകയും ആംഗ്യത്താൽ ആകാശം വിരിക്കുകയും ചെയ്തവൻ വസ്ത്രം വിരിഞ്ഞും നഗ്നനായി കിടക്കുന്നത് ആകാശവും ഭൂമിയും കണ്ടപ്പോൾ ഇളകിപ്പോയി. ഞങ്ങൾക്കായി നീറ്റൊരു പീഡ താഴ്ചകളേറ്റം ധന്യനാഥാ. ആണികൾ കയ്യിൽ വേണ്ടില്ലേതും നിങ്ങന്താക്കൾ സ്വയമേ താണൊരു സിംഹക്കൂട്ടി ഏതനിൽ പ്രധാനമാതാമീനുയെ നൽകാൻ പീഡാമൃതി നീറ്റു. ക്രൂശിൽ മൃതിയേറ്റോനുച്ചത്തിൽ ഘോഷിച്ചപ്പോൾ ശിലകൾ വീണു തീയേറ്റതുപോൽ കല്ലുകൾ കീറി ബഹുസംഭ്രമമോ ഡലറി ഭൂമി പെൺസിംഹം പോൽ സൃഷ്ടികൾ ചീറി. പൂക്കൾക്കായി പകരം ദാഹിച്ചപ്പോൾ കടുവിഞ്ഞേകി റോസാ പുഷ്പങ്ങൾക്കായി പകരം അവിവേകത്താദുഷന്മാർ മുള്ളിൻ മുടിതൻ തലയിൽ ചാർത്തി പാടേറ്റോനെ ജീവാത്മജനെ റൂഹാസഹിതം താതനിലേക സ്തുതിതേ സ്തുതിയാതാരും സർവ സ്തോത്ര ഭൂവി കുലയും തേജോ മകുടത്തിന്മേലണിക്കും
മൃതി കഷ്ടതകൾ കായ്വന്നോനെ പ്രാർത്ഥന കേട്ടിട്ടാൽ മക്കളിൽ ഉണ്ടാകേണം ദേവാ ഉണ്ടാകേണം നാഥാ കൃപ തോന്നേണമൻപോ ചെന്നാടോടേവം ഞാൻ ശ്രദ്ധിച്ചു ചൊല്ലുന്നോരവചനമതെന്തെന്നറിവാനായി നാദാസിയോൻ കോട്ട തകർക്കട്ടെ നിൻ സ്നേഹ നിന്നെ ദ്വേഷിച്ചൊരു കണ്ണുകളന്തര പോകട്ടെ ദേവാ ദയുണ്ടാകേണം നാഥാ കൃപ തോന്നേണമൻപാ പാടേറ്റോനെ പാടിനു വിട്ടൊരു ദാതൻ സ്തുത്യൻ പീഡാഹീന സ്തുതി ഞങ്ങൾക്കായി പാടേറ്റോനെ പീഡാമൃഗീന വന്നിക്കുന്നേൻ തൃത്വ പ്രഭയാമേഘപ്രകൃതിനായി സ്തോത്രം ദേവാ ദയുണ്ടാകേണം നാഥാ കൃപ തോന്നേണമൻപാ നാഥാ ഭൂവാനം നിൻ പീഡയൻ ക്ലേശിച്ചു മാനോ നിൻ താഴ്മയിലതിൽ വിസ്മയമാർന്നു ദേവാ ദയുണ്ടാകേണം നാഥാ കൃപ തോന്നേണമൻപാ ധന്യൻ മൃതിയാൽ മരണത്തെ കൊന്നു പാതാള സർക്കാർ വിടുതൽ കൊടുത്തോ സൃഷ്ടികളെല്ലാം കൈകളിലെ നീക്കൊണ്ടുടയോ നിന്നാന കൽവരി നീരേ വീഴ്ച ഭവിച്ചോന മാതാമിൻ പേർഗാൻ രക്ഷകനായി പാരി നടുവിലുദീച്ച സൃഷ്ടികളെ ജീവ ധ്വനികമ്പീച്ചു തിരുമഹിമാവോദാൻ പരിശുദ്ധന്മാർക്കുയിരേകി ഉസകങ്ങൾ തൻ മധ്യേ ക്രൂശിതന പായാലെങ്ങും ശാന്തി വരന്നു സ്കീപ്പായേർക്കാർന്നോ ഏകസുതൻ തന്നെ യെരൂശലേം കാരാം സ്ത്രീകൾ ദുഷിച്ചു അറിയാതെ എന്നാലും പ്രവചനവാക്യത്തെ ശാപത്തെ ഘോഷി ചതികം കേളോ കാതകത്തോടടിമത്തത്തിനായി പോയിടുന്നതിനാ ഏവം ഭാരം രോദിച്ചു നിരുപമ സന്തോഷം നൽകിയവനായി നാരികളെ കേഴും എന്തിനു നിങ്ങൾ ഡംബികൾ നിൻ ഹൃദയ വേണ്ടിയിടട്ടെ സ്കീപായിന്മേലെ ഹതമാം തേജസേ വഞ്ചകരെ കൽപ്പിച്ചില്ലാതാക്കൂ സൃഷ്ടികളിൽ വാക്കും
പ്രഭയും ചേർപ്പോനെ ഏറ്റം താണതിനാ ലവനെ കീർത്തിക്കട്ടെ. തിരുബഹുമാനത്തെ നിരസിച്ചോരാകും ജനതയ്ക്കായി ശാപം ഘോഷിക്കട്ടെ. സൃഷ്ടി സമൂഹത്തിൻ പതിയെ ക്രൂശിതന ശ്രീപാർശ്വത്തിൽ ദർശിച്ചപ്പോൾ ആത്മീയന്മാർത്തൻ നിവഹം ശോഭിച്ചു. അഗ്നിമയന്മാരും സംഭ്രമമാണ്ടു. ക്രൂശവൃന്ദത്തെ ചെന്നു നശിപ്പിപ്പ ഗബ്രിയേൽ നോക്കി തോഴൻ മീഖായിൽ താനും തിരുവുള്ളതാൻ തരുവിൽ ക്രൂശിതനായി അഗ്നിമയന്മാരെ ശോഭിക്കേണ്ട. ഏകഗനോജന്തൻ മഹിമേറ്റോതി സ്തോത്രം ഘോഷിച്ച മോഷ്ടാവിനാൾ അതിവാസോടീശ നീ നിൻ രാജ്യത്തിൽ വന്നിടുന്നേര് തോർഗണമെന്നേ. എൻ വരവോളം നീ കാക്കേണ്ടെന്നോതി ഉയർഗതിയാകുന്നോ രക്ഷാരത്തെ താനീകി. മാമകതത്വത്തെ നമ്പ്യമർത്യാനി ഈ ദിനമെത്തിയിടും പരദേശായിൽ. ധർമ്മവീരന്മാർ തരുവിൽ ക്രൂശിച്ചു. ഉടയോനെ കണ്ടേ കടിയാൻ സൂര്യൻ കതിരുകളെ നീക്കി ശ്രീപായിൻ മീതെ ഭൂപതിയർഹിക്കും ബഹുമതി നൽകി. അന്ധത പൂളിയിടും ജനനമേ ലിംഗിനെയാ സൂര്യൻ സ്വപ്രഭയെ ശോഭിപ്പിക്കും. ക്രൂശകവൃന്ദത്തെ നൊളി നൽകിയായ രശ്മികളെ ആർക്കൻ നിഷ്പ്രഭമാക്കി. ജീവമയം ജീവൻ മൺമയനേകീട ശ്രീബായിൻ മീതെ മരണം പൂണ്ടു. സാക്ഷിച്ചിടുന്നു തൽമൃതിയെ വെള്ളം ഘോഷിക്കുന്നേറ്റം ജീവനരക്തം. ദൈവിക കുഞ്ഞാടി നിൻമൃതി സത്യം ദാ ഉന്നതപുത്രാനി ജീവനെഴുന്നോൻ സത്യം ദാ. ഉയരുടയോനാമി മൃതനായി വാഴുന്നു ഭൂമിയിലും മേലും സീമയിലെങ്ങും. എല്ലാവർക്കും അല്പസമയം ഇവിടെ ഇരിക്കാം. ഇപ്പോൾ കർത്താവിൻ്റെ 2 വർഷങ്ങളായി ക്രൂശിക്കപ്പെട്ട കള്ളന്മാർ അവരുടെ വ്യക്തിപരമായ സംസാരങ്ങളും സംവാദങ്ങളും അടങ്ങിയ ഭാഗമാണല്ലോ കള്ളന്മാരുടെ സംവാദം. ഇപ്പോൾ 2 വർഷത്തു നിന്ന് അത് പാടുമ്പോൾ ക്രിസ്തുവുള്ളവർ അതിൽ നോക്കി ശാന്തമായി അത് ധ്യാനിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കണം എന്നുള്ളത് സ്നേഹത്തോടെ ഓർക്കും.
പൂജാതികളെ വന്നേത്തെ തസ്കരനാഥം ശ്രദ്ധിപ്പിൻ തന്മധ്യഗതം സംവാദം നേരായാരാഞ്ഞേക്ഷിപ്പിൻ മധ്യേകർത്താവിൻ സ്കീപ ചായാത്തൊരു ന്യായാധീപനായി സത്യമെഴും ദ്രാസെന്നോണം തദ്വചനം നന്നായി തൂക്കി നിഖിലേശനോടോദീചോരൻ നിൻവരവിൻ നാളോർക്കെന്നെ അവ്യയരാജ്യേ കാരുണ്യം തടവെന്നെ ഞാൻ കാണട്ടെ. ഇടതുവശത്തായി ക്രൂശേറ്റോൻ തോഴൻ കേട്ടേവം ചൊന്നാൻ എന്തിനിവൻ രാജാവെങ്കിൽ നിന്യസ്കീപാമേലേറി നിൻ സ്നേഹിതനാം ഞാൻ നമ്പി സ്ലീബായാൽ നാം വേർപെട്ടു വെണ്മയണിഞ്ഞോൻ രക്തത്താൽ ഉയരരുളി ധൈര്യം പൂണ്ടേ നമ്മെ പോലാണികളെ നീ പാടേൽപ്പതു കാണുന്നില്ലേ രാജ്യം തരുവോനാമെങ്കിൽ സ്വയമൊഴിവാകട്ടെ നമ്പാം. കർത്തൃവജസാന്തകോലാൽ ഏതൻ തോട്ടം പോകും ഞാൻ നീ തെറ്റിപ്പോയി തെറ്റവനിൽ ചൊന്നെ തെറ്റിക്കേണ്ട. തരുവിൽ നമ്മെ പോൽ തൂങ്ങി കഷ്ടത നമ്മെ കാളേറ്റാൻ രാജാവെങ്കിൽ ലഗിയോന അന്നിഹശാപം നീക്കട്ടെ. ഈശോ പാരിൽ ദരവേന്മേൽ വാനത്തഗ്നി തേരിന്മേൽ പ്രകൃതികളുടെയോനേറ്റു തൻ ക്രൂശത്താൽ വെമ്പി നിൻ ശ്രേഷ്ഠനെ നീ സൂക്ഷിക്കാം മുതുകിൽ ചാട്ട പാടില്ലേ നിൻ മഹിമയവൻ ഓതുന്നു നീ ചൊന്നതിനെ ആർനമ്പും. ആദാമിൻ ശാപം പോക്കാൻ മൺമുള്ളുകളെ തന്മുള്ളാൽ നീക്കിയൊരീശോ നൃപനല്ല ആർക്കും കഴിവില്ലതു ചെയ്യാൻ. അരുളിയ പോൽ സ്കീപ്പായേറ്റോൻ പറുദീസ നിനക്കേകട്ടെ നീ കാണാത്തോരേതനിലേ എങ്ങനെ അവനേറ്റും നിന്നെ. ഈ മരണം പാതാളത്തേൻ പ്രാഗൽഭ്യത്തെ മായിച്ചു അതിനെ തന്നാദം വീഴ്ത്തി ധൂളിപ്പാൻ താൻ പോകുന്നു. ഞെങ്ങി ഞെരുങ്ങി പാടേറ്റാൻ കയ്പുകുടിച്ചു കുത്തേറ്റു കഷ്ടത നിറയുന്നോനേ ഞാൻ എങ്ങനെ രാജാവെന്നോതും. പാറകൾ പിളരുന്നാദത്തെ ശ്രദ്ധാപൂർവം
കേട്ടാലും സിദ്ധാസ്തികളൊന്നിക്കുന്നു എന്തിനാ വിശ്വാസം തോഴ. സൃഷ്ടികളിളകി ഭൂതങ്ങൾ ഞെട്ടി നീകൂസുന്നില്ല. കല്ലുകൾ ചിന്നി വ്യാജം വീട്ടേറ്റു പറഞ്ഞേൽക്കുക ജീവൻ. ആരാഞ്ഞാൽ തൻ മഹാത്മ്യം പലതും നിന്നോടോതിടും. സൃഷ്ടികളവനെ സാക്ഷിപ്പൂ ഇളകുന്നകിലും തൻ പാടിൽ. ലിഖിതം മൂലം രാജാവൻ ഇവനെ വിളിച്ചാൻ പീലാത്തോ. സാക്ഷികൾ പോലവരർത്തതിനാൽ നൃപനെന്നോതിയിടയേണ്ട. നമ്മൾക്കിടയിൽ സ്കീപ്പായ അതിരാങ്കുഴി നീയേറിയിട. വാമസുധാ നിൻ സ്ഥലമേൽക്ക വലതുവശം മാമകമല്ലോ. സ്ലീബ തുറന്നു പാതാളം സൂര്യനിരുണ്ടു ക്ഷിതിഞ്ഞേട്ടി. രണ്ടായി വാതിൽ മറകീറി സർവം സാക്ഷി ചുടയോനീ. ഭൂമരുവും സൃഷ്ടികളെല്ലാം ഉഴറും ധ്വനിയും നീ കേൾക്ക. തൻ ശബ്ദത്താൽ ഭീയാർന്നി ഭൂഭിത്തികളാടിടുന്നു. പാതാളത്തീനെത്തിയിടും മൃതരുടെ ബഹളം തോഴാകേൾ. ഞാൻ നമ്പിയ ജീവപ്രദനാം യേശുവിനെ നീ സൂക്ഷിക്കാം. ആദാമുണരാൻ പ്രതിയേറ്റാൻ മൃതികതരവനെ നോക്കുന്നു. അവനാദത്തെ വിടുവിക്കുന്നു ഏതെനിലെന്നെ ഏറ്റുന്നു. ആസുഹിതത്താൽ മൃതിയേറ്റ പരസുതനെ ദുഷിച്ചിടുന്നു. പൊത്തുക ദുഷിയേറും വായ് നീ ഞാൻ നമ്പിയ ശ്ലീബാധന്യം. ഏറ്റുപറഞ്ഞേതെന്താനോ ഒത്തവനേടുമെന്നോതുകയാൽ നാഥ നിന്നെ ഏറ്റോരാം ഞങ്ങളെ വരവിൻ നാളോർക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഏവരുമെന്നെ നിന്നീശു ചുണ്ടുമലർത്തി തലയവരാട്ടി. ബാറിക്കുമോർ നമ്മുടെ അക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പിനെ കേൾക്കണം. ലിമുറിയോഷ് ബഹോ അലൈൻ വാലൈൻ റഹ്മാൻ. എവൻഗേലിയോൻ ഗാദിഷോ മെൻ മർക്കോസ് ഫബ്രായി. 9-ാം മണി സമയത്ത് യേശു തമ്പുരാൻ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ന അർത്ഥത്തിൽ ഏലി ഏലി ലമ ശക്താനി എന്ന അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. നിന്നവരിൽ ഇത് കേട്ട് ചിലർ ഇവൻ ഏലിയായെ വിളിച്ചതാണ് എന്ന് പറഞ്ഞു. ഒരുവൻ ഓടിച്ചെന്ന് സ്പോഞ്ച് ചെറുക്കയിൽ മുക്കി അവന് കുടിക്കുവാൻ നൽകി ഒരു കോലിൽ കെട്ടി, ക്ഷമിപ്പീൻ, ഏലിയ വന്ന് ഇവനെ ഇറക്കുന്നതുവരെ കാണട്ടെ എന്ന് പറയുകയും ചെയ്തു. യേശു തമ്പുരാൻ്റെ കുരിശിനരികെ അവൻ്റെ മാതാവും
മാതൃ സഹോദരിയും കയോപ്പയുടെ മറിയാമും മഗ്ദലക്കാരത്തി മറിയാമും നിന്നിരുന്നു. യേശുവും ബ്രാൻ തൻ്റെ മാതാവും പ്രിയപ്പെട്ട ശിഷ്യനുമായവനെ അടുക്കൽ നിൽക്കുന്നത് കണ്ടിട്ട് സ്വന്തം മാതാവിനോട്, സ്ത്രീയെ, ഇതാ അവിടുത്തെ പുത്രൻ എന്ന് പറഞ്ഞു. പിന്നെ അവിടെ അവൻ ആ ശിഷ്യനോട്, ഇതാ നിന്റെ മാതാവെന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ ഗൃഹത്തിൽ കൈക്കൊള്ളുകയും ചെയ്തു. അനന്തരം യേശുവമ്പുരാൻ സകലവും നിവൃത്തിയായി എന്നറിഞ്ഞിട്ട്, തിരുവെഴുത്ത് നിവർത്തിക്കപ്പെടുവാൻ വേണ്ടി എനിക്ക് ദാഹിക്കുന്നുവെന്ന് പറഞ്ഞു. ഒരു പാത്രം ചൊറുക്കാൻ നിറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിലവ സ്പോഞ്ച് ചെറുക്കയിൽ മുക്കി ഈ സോപ്പ് തണ്ടിന്മേൽ വെച്ച് അവൻ്റെ വായോടെ അടുപ്പിച്ചു. യേശു ആകട്ടെ ചെറുക്ക സ്വീകരിച്ച ശേഷം നിവൃത്തിയായിരിക്കുന്നുവെന്ന് പറഞ്ഞു. യേശുവമ്പുരാൻ, എൻ്റെ പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ അവിടുത്തെ കൈകളിൽ ഏൽപ്പിക്കുന്നുവെന്ന് ഉച്ചസ്വരത്തിൽ അട്ടഹസിച്ച് പറഞ്ഞു. തല ചായ്ച്ച് പ്രാണനെ വിട്ടു. ഉടനെ ദേവാലയത്തിൻ്റെ തിരശ്ശീല മേൽത്തൊട്ട് അടിവരെ രണ്ടായി ചീന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവക്കല്ലറുകൾ തുറക്കപ്പെട്ടു. മരിച്ചുപോയിരുന്ന അനേകം വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ ഉത്ഥാനം ചെയ്തു. അവർ പുറപ്പെടുകയും അവൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം അവർ വിശുദ്ധ പട്ടണത്തിൽ പ്രവേശിക്കുകയും പലർക്കും കാണപ്പെടുകയും ചെയ്തു. യേശുവമ്പുരാനെ കാത്തുകൊണ്ടിരുന്ന ശതാധിപനും കൂടെയുള്ളവരും ഭൂമി ഉലുക്കവും ഉണ്ടായ മറ്റു സംഗതികളും കണ്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട്, ഇവൻ സത്യമായിട്ടും ദൈവപുത്രനായിരുന്നു എന്ന് പറഞ്ഞു. ഇത് കാണുന്നവർ കൂടിയിരുന്ന ജനമെല്ലാം സംഭവിച്ച സംഗതി കണ്ടിട്ട് നെഞ്ചത്തടിച്ചുകൊണ്ട് തിരിച്ചുപോയി. നമ്മുടെ കർത്താവിന് വന്ദനമുണ്ടായിരിക്കട്ടെ. മൃതിയാലടിയാരുടെ മൃതിപോ ോർക്കുയിരം ഞങ്ങൾ കരുൾ കൃപയും മൃതിയാ നടിയാരുടെ മൃതി പോ ോർക്കുയിരം ഞങ്ങൾ കരുൾ കൃപയും മൃതിയാ നടിയാരുടെ മൃതി പോ ോർക്കുയിരം ഞങ്ങൾ കരുൾ കൃപയും നാദാ സ്തുതിയും മാനം തോതിലും മഹിമ മന്ദനകൾ ശുദ്ധ മാവിനും കൃപ പാപികളാ ഞങ്ങളിലും നേരുൾ ഊരിശിരേ വാതിൽ കുള്ളിൽ സിംഹാസനമണയണമേ പ്രാർത്ഥനമശിഹാസ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ നിത്യ ശരണവുമേ സ്തോത്രം ബാറയ്ക്കുമോ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ സഹോദരനെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ക്ഷണിച്ചതുപോലെ ഞങ്ങളുടെ പാവങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ, പിന്നോട് ശിക്ഷകളെ രക്ഷിക്കണമേ. രാജ്യശക്തി മഹത്വം എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ.
എല്ലാവർക്കും അല്പസമയം അവിടെ ഇരിക്കാം. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർ കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. കാൽവരി മലമേൽ നോയറി, കാൽവരി മലമേൽ കയറി, കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു, കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർ കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർ കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദുഃഖവെള്ളിയാഴ്ചയുടെ നമസ്കാരങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയും ഇനിയും നമുക്കുള്ളത് വലിയ വെള്ളിയാഴ്ചയുടെ പ്രധാനമായ ശുശ്രൂഷകൾ, സ്ലീബ ആരാധനയും സ്ലീഗ കുമ്പിടിയിലും അകത്തുകൂടിയുള്ള പ്രദക്ഷിണവും സ്ലീബ ആഘോഷവും കബറടക്കവും ഇനിയും അതിൻ്റെ പ്രധാന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ഈ സമയത്ത് ദീർഘമായ ഒരു പ്രസംഗത്തിന് സാങ്കത്യമില്ല എന്നുള്ളത് എനിക്കറിയാം. എങ്കിലും ഏതാനും ചില ചിന്തകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിൽ നിന്ന് വിരമിക്കും. കുരിശ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ കാലഘട്ടത്തിൽ അത് വഹിക്കുവാനും വരയ്ക്കുവാനും ഒക്കെ നാണക്കേടും ലജ്ജയും ഒക്കെ തോന്നുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ പലതവണ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ബസ്സിൽ കയറി യാത്ര ചെയ്യുമ്പോൾ ഒരു ബസ്സിൽ ഉള്ള എല്ലാ ആളുകളും ഒരു കുരിശിൻ സൗധം കാണുമ്പം, ഒരു ദേവാലയം കാണുമ്പം കുരിശ് വരയ്ക്കും. ഇതര മതസ്ഥരാണെങ്കിൽ നെഞ്ചത്ത് കൈവച്ച് വണങ്ങുന്ന ഒരു പതിവ് കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഇന്ന് യാത്രകളിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ പലരും ദേവാലയത്തെ വണങ്ങുന്നുണ്ടാവാം, കുരിശിനെ വണങ്ങുന്നുണ്ടാവാം. പക്ഷെങ്കിൽ ഇതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന മട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ അത് തീർത്തും ക്രിസ്ത്യാനിയാണ്, പ്രത്യേകിച്ച് ഒരു ഓർത്തഡോക്സുകാരനാണ്. ഇന്ന് പ്രത്യേകിച്ച് ഭാഗ്യസ്മരണാർഹനായ ഈവാനിയോസ് തിരുമേനി എപ്പോഴും പറയും, നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ കഴുത്തിൽ ഒരു കുരിശ് എന്നും ഉണ്ടാകണമെന്ന്. ഇതൊരു ആത്മവിചിന്തനത്തിൻ്റെ അനുഭവമാണ്. വിവാഹം കഴിച്ച സ്ത്രീകളുടെ കഴുത്തിൽ മിന്നുണ്ടെങ്കിൽ തീർച്ചയായും ആരും കാണാതെയെങ്കിലും ആ കുരിശുണ്ടാവും. എന്നാൽ ഇന്ന് ആ മിന്നുപോലും ഇടേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്താണ് ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ കുരിശിൻ്റെ പ്രാധാന്യം എന്നുള്ളത്?
ഒന്നാമത്, കുരിശ് എന്ന് പറയുന്നത് ക്രിസ്തീയതയുടെ ആത്മീയതയുടെ പ്രതീകമാണ്. കുരിശില്ലാതെ ക്രിസ്ത്യാനിയില്ല, കുരിശില്ലാതെ ക്രിസ്തീയ ആത്മീയതയുമില്ല. ഒരു കാലഘട്ടത്തിൽ പ്രായമായ ചിലർക്കെങ്കിലുമൊക്കെ ഓർമ്മ കാണും, ചിലരുടെയൊക്കെ പ്രസംഗങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്, കർത്താവ് കട്ടിലിൽ കിടന്നാണ് മരിച്ചതെങ്കിൽ നിങ്ങൾ കട്ടിലിൻ്റെ രൂപമുണ്ടാക്കി കഴുത്തിൽ വെക്കുമായിരുന്നോ എന്ന് ചോദിച്ച ചില ആളുകളുണ്ടായിരുന്നു. കുരിശിൻ്റെ പ്രാധാന്യമില്ല എന്ന് പ്രസംഗിച്ച പലരും അവരുടെ സ്ഥാപനങ്ങളുടെ മുകളിൽ കുരിശ് ഇന്ന് കാണപ്പെടും. കുരിശ് വരയ്ക്കേണ്ട പ്രത്യേകതകളെപ്പറ്റി അവരിന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കാലം കാത്തുവെച്ച കാവ്യനീതിയാണ്. ക്രിസ്തുവിനെ പറ്റി പ്രസംഗിക്കുമ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി ഏറ്റ കഷ്ടപ്പാടുകളെപ്പറ്റി പറയുമ്പോൾ എങ്ങനെ കുരിശിനെ പറയാതെ ഇരിക്കും? ക്രിസ്തു വേണം, ക്രിസ്തുവിൻ്റെ സഹനം വേണം, എല്ലാ കാര്യങ്ങളും വേണം. പക്ഷെങ്കിൽ കുരിശ് വേണ്ട എന്നൊരു ചിന്താഗതി ഒരു പക്ഷെങ്കിൽ ബാലിശമാണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ആണിമേൽ തൂങ്ങിയ കുരിശിനെ പറ്റി പറയാതെ ക്രിസ്ത്യാനിറ്റി ഇല്ല. കുരിശിലെ സഹനങ്ങളെ പറയാതെ ക്രിസ്തീയ ആത്മീയതയെ പറ്റി പ്രസംഗിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് ക്രിസ്ത്യാനിയായി ജീവിക്കുന്ന ആർക്കും ആ ചൂടടയാളം നമുക്ക് വഹിക്കാതിരിക്കാനും കഴിയുകയില്ല. അതുകൊണ്ട് പരിശുദ്ധനായ പൗലോസ്ലീഹ കോരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ മനോഹരമായൊരു വാക്യമുണ്ട്. ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. ഒരിക്കൽ കൂടി വായിക്കാം. ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. ക്രിസ്ത്യാനിക്കെതിരെ, ക്രിസ്തുവിനെതിരെ പ്രവർത്തിച്ച ഒരു മനുഷ്യനായിരുന്നു. കർത്താവ് തിരികെ കൊണ്ടുവന്നു. അവൻ പറയുകയാണ്, ഈ ലോകത്തിൽ എനിക്ക് ഒന്നിനെപ്പറ്റിയും അറിവ് വേണ്ട, ഈ ലോകത്തിൽ ഒന്നിനെപ്പറ്റിയും എനിക്ക് പഠിക്കണ്ട, അറിയണ്ട. എനിക്കാകെ അറിയേണ്ടതും പഠിക്കേണ്ടതും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പറ്റി, അതല്ലാതെ എനിക്കൊന്നും അറിയണ്ട. എന്നാൽ ആധുനിക ക്രിസ്ത്യാനിയായ നമ്മളെ സംബന്ധിച്ച് ഇന്ന് ബഹിരാകാശത്ത് പോകും, ഭൂമിക്കും ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളെപ്പറ്റി നമുക്കറിവുണ്ട്. നമ്മുടെ വീട്ടിൽ സംഭവിക്കുന്ന പലതിനെപ്പറ്റി നമുക്കറിയത്തില്ലെങ്കിലും അയൽവക്കത്ത് സംഭവിക്കുന്ന പലതിനെപ്പറ്റി നമുക്കറിവുണ്ട്. പക്ഷെങ്കിൽ ലോകത്തുള്ള എല്ലാത്തിനെപ്പറ്റി നമുക്കറിവുള്ളപ്പോഴും നമുക്ക് ബോധപൂർവം അറിവില്ലാതെ പോകുന്നത് നമുക്ക് വേണ്ടി കഷ്ടതയേറ്റ കർത്താവിൻ്റെ സഹനത്തെപ്പറ്റിയും അവൻ്റെ കുരിശിനെ പറ്റിയും. പരിശുദ്ധനായ പൗലോസ്ലീഹ എഴുതിയ ലേഖനങ്ങൾ ഇന്നും പഠിച്ചു തീർന്നിട്ടില്ല. ഇന്നും തിയോളജിയന്മാർ അതിൻ്റെ ആശയങ്ങളെപ്പറ്റി ചർച്ചകളും പഠനങ്ങളും അവസാനിച്ചിട്ടില്ല, 2000 വർഷം കഴിഞ്ഞിട്ട്. അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നത്, ഈ ലോകത്തിൽ എനിക്ക് മറ്റൊന്നിനെ പറ്റി അറിവില്ലെങ്കിലും എനിക്ക് കുരിശിതനായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അറിഞ്ഞാൽ മതി. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നീ അറിയുന്നുവെങ്കിൽ ലോകത്തുള്ള എല്ലാത്തിനെ പറ്റി നീ അറിവുള്ളവനായി മാറി എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ക്രിസ്തീയതയുടെ സിമ്പൽ, ക്രിസ്തീയ ആത്മീയതയുടെ ആ ചൂടടയാളം നമുക്ക് വരയ്ക്കുവാനും വഹിക്കുവാനും ധരിക്കുവാനും കഴിയുന്നവരായി തീരുവാൻ ഇടയാകണം. രണ്ടാമത്, കുരിശ് നൽകുന്ന സന്ദേശം നിത്യജീവന്റെ അനുഭവമാണ്. ഈ കുരിശിൽ ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, കത്തോലിക്ക വിശ്വാസം അനുസരിച്ച്
കുരിശിലെപ്പോഴും കഷ്ടത അനുഭവിച്ച് കിടക്കുന്ന ക്രിസ്തുവിൻ്റെ രൂപം ഉണ്ടാവും. എന്നാൽ ഓർത്തഡോക്സ് തിയോളജിയിൽ ആ കഷ്ടത അനുഭവിച്ച ക്രിസ്തു ഇല്ലാത്ത കുരിശാണ് പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുള്ളത്. കാരണം ഓർത്തഡോക്സ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഉദ്ധിതനായ ക്രിസ്തുവാണ്. അവൻ എന്നും കുരിശിൽ കിടക്കുകയല്ല, കഷ്ടത അനുഭവിച്ചു മരണമടഞ്ഞു. ആ കുരിശിൽ നമുക്ക് വേണ്ടി ഏറ്റ കഷ്ടപ്പാടുകളുടെ ചോരയുടെ മണമുണ്ട്. അവൻ്റെ വിയർപ്പിൻ്റെ നൊമ്പരങ്ങളുടെ അടയാളമുണ്ട്. എല്ലാ കഷ്ടതകളും ആ കുരിശിൽ നമുക്കടുത്ത് കാണാം. ചോരയുടെ മണമുണ്ട്, രക്തത്തിൻ്റെ കളറുണ്ട് ആ കുരിശിന്. എന്നാൽ ആ കുരിശ് മൂലം നമുക്ക് സിദ്ധിച്ചത് നിത്യജീവൻ്റെ അനുഭവമാണ്, ഒരിക്കലും അവസാനിക്കാത്ത. ഈ അടുത്തിടയ്ക്ക് ഒരച്ഛൻ പ്രസംഗിച്ചത് എൻ്റെ മനസ്സിൽ കൂടി കടന്നു വരികയാണ്. ഒരു മനുഷ്യന് ഏറ്റവും വിശിഷ്ടമായതെന്താ? അവൻ്റെ ജീവനാണ്. ഒരു മനുഷ്യൻ്റെ ജീവന് വേണ്ടി അവൻ എന്തും പകരം കൊടുക്കും. ആശുപത്രിയിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ ജീവന് വേണ്ടി മല്ലിടുമ്പോൾ ആ ജീവൻ നിലനിർത്താൻ വേണ്ടി എന്തും നമ്മൾ അധ്വാനിച്ചത് കൊടുക്കാൻ നമുക്ക് മനസ്സാണ്. പക്ഷെങ്കിൽ ദൈവം തമ്പുരാൻ തൻ്റെ ഏകജാതനായ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ നിത്യജീവന് വേണ്ടി അവൻ ബലിയായി നൽകിയ ആ വലിയ സന്ദേശമാണ് ഈ കുരിശ് തരുന്നത്. അത് നിത്യമായ ജീവൻ്റെ സന്ദേശം നൽകുന്ന കുരിശാണ്. മൂന്നാമത്, സ്നേഹത്തെപ്പറ്റി പറയാൻ ഇതിനേക്കാൾ വലിയൊരു പ്രതീകമില്ല. എന്താ സ്നേഹം? പരിശുദ്ധനായ പൗലോസ്ലീഹ കോരിന്ത്യർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൽ സ്നേഹത്തെപ്പറ്റി വർണ്ണിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്യം ഇങ്ങനെയാണ്: ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് മൂന്നും നിലനിൽക്കും. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. ഏറ്റവും ശ്രേഷ്ഠമായ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് ഈ കുരിശ്. സ്നേഹമെന്ന് വെച്ചാൽ നമുക്കെന്താ? ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് ഓശാന പാടി എൻ്റെ കൂടെ നിൽക്കുന്നവൻ എൻ്റെ സ്നേഹമുള്ളവൻ. ഞാൻ കാണിക്കുന്ന എന്ത് തോന്നിവാസമായാലും എനിക്കതിന് സപ്പോർട്ട് ചെയ്യുന്നവൻ എന്നെ സ്നേഹിക്കുന്നവൻ. എനിക്കെന്തും തരാൻ അല്ലെങ്കിൽ തരുന്നവൻ എൻ്റെ സ്നേഹിതൻ അല്ലേ? എന്നാൽ ക്രൂശിൻ്റെ സ്നേഹം ഒരു തിരി സ്നേഹം പോലും തിരിച്ചു ചോദിക്കുന്നില്ല. ക്രൂശിലെ സ്നേഹം ഒന്നും പ്രതീക്ഷിച്ചില്ല. എനിക്ക് വേണ്ടി ചാകാൻ എനിക്കെന്തു വിലയാണുള്ളത് ദൈവത്തിൻ്റെ മുമ്പിൽ? നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ദൈവത്തിൻ്റെ പുത്രൻ ബലിയായി തീരാൻ എന്തു വിലയാണ് എനിക്ക് നിങ്ങൾക്കുള്ളത്? നമുക്ക് നമ്മളെപ്പറ്റി വിലയില്ലെങ്കിലും ദൈവത്തിന് നമ്മെപ്പറ്റി വലിയ വില കൽപ്പിച്ചിട്ടുണ്ട് എന്നതിൻ്റെ മാനമാണ് ഈ കുരിശ്. സഹനങ്ങളില്ലാതെ സ്നേഹമില്ല. നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ നമ്മുടെ തോളത്ത് കൈയിട്ടാൽ നമുക്ക് പരിഭവമില്ല. നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ നമ്മളെ ഒന്ന് അടിച്ചാൽ നമുക്ക് പരാതിയില്ല. പക്ഷെ ഉള്ളിൽ ചെറുതായെങ്കിലും ദേഷ്യമുള്ള ആൾ അറിയാതെ തോളത്ത് കൈയിട്ടാൽ നമ്മൾ തട്ടിമാട്ടും. നമ്മളെ ഒന്ന് വർത്തമാനം പറഞ്ഞ സന്തോഷത്തിനിടയിൽ ഒന്ന് ദേഹത്ത് കൈ കൊണ്ടാൽ നമ്മൾ തട്ടിമാറ്റും. അതുപോലെയാണ് സ്നേഹം. എല്ലാം പൊറുക്കുന്നു, എല്ലാം ക്ഷമിക്കുന്നു, ദീർഘമായി ക്ഷമിക്കുകയും പൊറുക്കുകയും കരുതുകയും ഒക്കെ ചെയ്യുന്ന സ്നേഹം. പ്രതിഫലം കൂടാത്ത സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമാണ് ഈ കുരിശ്. കുരിശിനെ പറ്റി ഒരു ചിന്ത കൂടി. കുരിശ് കൂട്ടായ്മയുടെ പ്രതീകമാണ്. എന്താണ് കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ? ആൾക്കൂട്ടത്തെ പറ്റി നമുക്കറിയാം.
ഈ അടുത്തിടയ്ക്ക് കേരളത്തിൽ വായിച്ച വാർത്തകളൊക്കെ നിങ്ങളുടെ മനസ്സിലും എൻ്റെ മനസ്സിലും ഇന്നും നിലനിൽക്കുന്നുണ്ട്. ആൾക്കൂട്ട കൊലപാതകം. ഒരു മനുഷ്യനെ കൊല്ലാൻ ആൾക്കൂട്ടം ഒന്നിച്ചങ്ങ് ചെല്ലുക. ആരാ തല്ലിയത്, ആരാ കൊന്നത് തെളിവില്ല. നിസ്സാരം +2-നും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി ഒന്നിച്ച് കൂട്ടമായിട്ടങ്ങ് ചെല്ലുക ഒരുത്തനെ ആക്രമിക്കാൻ. ഈ ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ ആൾക്കൂട്ടത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നു. എന്നാൽ ആൾക്കൂട്ടവും കൂട്ടായ്മയും തമ്മിൽ വ്യത്യാസമുണ്ട്. 2-3 പേർ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ട്. ക്രിസ്തു ഉള്ള കൂട്ടത്തെയാണ് കൂട്ടായ്മ എന്ന് പറയാം. കുരിശും സഹനവുമുള്ള കൂട്ടത്തെയാണ് കൂട്ടായ്മ എന്ന് പറയുക. ക്രിസ്തുവില്ലാത്ത, ദൈവമില്ലാത്ത കൂട്ടിവരവുകളെ ആൾക്കൂട്ടമെന്നേ പറയാൻ പറ്റൂ. അത്രയേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇപ്പം നിങ്ങൾ വായിച്ചു കേട്ട ഏവെങ്കിലും ഭാഗമുണ്ട്. പ്രഭാതത്തിലും 3-ാം മണിയിലും 6-ാം മണിയിലും വായിച്ചു. പീലാത്തോസ് അവനെ പരിശോധിച്ചു, അവനിൽ കുറ്റമൊന്നും കണ്ടില്ല, അവൻ കൈകഴുകി. ഹെറോദോവിൻ്റെ അടുക്കൽ കൊണ്ടുപോയി, അവനും കുറ്റമൊന്നും കണ്ടില്ല, കൈകഴുകി. ഈ രാജാക്കന്മാരും പ്രഭുക്കന്മാരും അവനിൽ കുറ്റം കണ്ടില്ല. ഒറ്റിക്കൊടുത്ത യൂദയ്ക്ക് പശ്ചാത്താപമുണ്ടായി, അവൻ കെട്ടി തൂങ്ങിച്ചത്തു. പക്ഷെങ്കിൽ ഒരിക്കൽ പോലും പശ്ചാത്തപിക്കാതെ അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന് പറയുന്ന ഒരു ജനക്കൂട്ടത്തെ ഈ 3 മണി സമയങ്ങളിലും, പ്രഭാതത്തിലും 3-ാം മണിയിലും 6-ാം മണിയിലും നിങ്ങൾ വായിച്ചു കേട്ടു. എന്ത് ദ്രോഹമാണ് കർത്താവ് ചെയ്തത്? സൗഖ്യം കൊടുത്തു, കുരുടന് കാഴ്ച കൊടുത്തു, മുടന്തന് നടക്കുവാൻ കൊടുത്തു, കുരുടനായവന് കാഴ്ച കൊടുത്തു. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു വന്ന് ആ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ആസ്വദിച്ചവനും പറയുകയാണ് ആൾക്കൂട്ടത്തിൽ നിന്ന്, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. ഇത്തരം ആൾക്കൂട്ടങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അത് ചില കൂടിവരവുകളാകാം, ചില വാട്സാപ്പ് കൂട്ടായ്മകളാകാം. കാര്യമറിയാതെ നിരപരാധികളെ ക്രൂശിക്കുന്ന, കൊലവിളി നടത്തുന്ന ചില കൂട്ടായ്മകളുണ്ട്. ഇവിടെയൊക്കെ ഓർക്കുക, നിങ്ങളും ഞാനും മറ്റുള്ളവനെ ക്രൂശിക്കുക എന്ന് നിലവിളിക്കുമ്പോൾ മരിക്കേണ്ടി വരുന്നത് ജീവൻ്റെ പ്രകാശമായവനാണ്. നമ്മുടെ ഉള്ളിൽ കെട്ടുപോകുന്നത് ദൈവത്തിൻ്റെ പ്രകാശമാണ് എന്നുള്ളത് ചിന്തിക്കുവാൻ നമുക്കിടയാകണം. ഈ കുരിശിനെ ഉള്ളിൽ വഹിക്കുവാൻ, കുരിശിനെ ദഹിക്കുവാൻ, കുരിശ് വരയ്ക്കുന്നവരായി തീരുവാൻ നമ്മുടെ ആത്മീയ ജീവിതം കുരിശ് ചേർത്ത് വയ്ക്കുന്ന അനുഭവമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. Thank you for watching this video. Please like, share and subscribe for my channel, the FOS Media HD.